ഇഹലോകത്തും പരലോകത്തും ഗുണം ലഭിക്കേണ്ട കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്നും ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ചുമതലയും ബാധ്യതയുമാണ് മുജാഹിദ് പ്രസ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുജാഹിദുകൾ കേരളക്കരയിൽ വരുന്നതിന് മുമ്പും വന്നതിന് ശേഷവും എന്ന ഒരു പഠനം നടത്തിയാൽ കേരളക്കരയിൽ ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനങ്ങളിലും ഉള്ളതിനേക്കാളേറെ സാംസ്കാരികമായും അതോടൊപ്പം തന്നെ സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ഒരുപാട് ഉയർച്ച മുസ്ലിം സമൂഹം കൈവരിക്കാൻ എന്ത് കാരണമുണ്ടായി എന്ന പഠനവും ഗവേഷണവും നടത്തിയാൽ നിഷ്പക്ഷമായി ആ കാര്യം അന്വേഷിക്കുന്ന ഒരാൾക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുജാഹിദ് പണ്ഡിതരുടെ സാന്നിധ്യവും അവരുടെ പ്രബോധനവും അതിന് കാരണമായി എന്ന് പറയാൻ അവർക്ക് യാതൊരു മടിയും ഉണ്ടാവുകയില്ല. കാരണം മറ്റൊരു കാരണവും നമ്മുടെ കേരള ചരിത്രത്തിൽ കാണാൻ സാധിക്കാത്തത് അവരുടെ സജീവമായ ശ്രദ്ധയിൽപ്പെടുകയും പിന്നെ ഇതിന് കാരണക്കാരായ മുജാഹിദ് പണ്ഡിതന്മാരെ അവർ അംഗീകരിക്കുകയും ചെയ്യുന്നു എന്നത് നമ്മുടെ നാട്ടിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നിടത്തൊക്കെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ഈ കാര്യത്തെക്കുറിച്ച് വിശദമായി തന്നെ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി നിങ്ങളോട് സംസാരിക്കുകയുണ്ടായി. ഇസ്ലാഹി പ്രസ്ഥാനം വിശുദ്ധ ഖുർആനിൽ നിന്നും ആളുകളോട് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അടിസ്ഥാനപരമായ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിന്ന് സംസാരിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം മുജാഹിദ് പ്രസ്ഥാനം ഈ നാട്ടിലെ ആളുകളോട് ചോദിച്ചു പോന്നു. ആ ചോദിച്ചു പോന്ന ചോദ്യം ഇതാണ്: മക്കയിൽ പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിനാണ് മക്കയിൽ വന്നത് എന്ന ഒരു ചോദ്യം പണ്ട് കാലങ്ങളിലെ മുജാഹിദ് പ്രസ്ഥാനം ആളുകളോട് പറഞ്ഞു. ആ ചോദ്യത്തിന്റെ ഉത്തരം ആളുകൾ തിരിച്ചു ചോദിച്ചു, എന്താണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വന്നത് എന്ന ചോദ്യം അവർ തിരിച്ചു ചോദിച്ചു. ആ ചോദ്യത്തിന്റെ ഉത്തരം വിശുദ്ധ ഖുർആനിൽ നിന്ന് മുജാഹിദുകൾ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു. ആ പറഞ്ഞു കൊടുത്ത കാര്യം എന്താണ്? അവർ ചോദിച്ച ചോദ്യം എന്താണ്? ആ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് മുജാഹിദ് പ്രസ്ഥാനം ആളുകളോട് പറഞ്ഞു കൊടുക്കുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വരുമ്പോ ആ നാട്ടിലുള്ള ആളുകൾ മുഴുവനും നിരീശ്വരവാദികളായിരുന്നില്ല, അള്ളാഹുവിനെ അവിശ്വസിക്കുന്നവരായിരുന്നില്ല, അള്ളാഹുവിനെ സമ്മതിക്കാത്തവരായിരുന്നില്ല, അള്ളാഹുവിന് ആരാധനകൾ ചെയ്യാത്തവരായിരുന്നില്ല, അള്ളാഹുവിന് നേർച്ചകളും വഴിപാടുകളും ചെയ്യാത്തവരായിരുന്നില്ല, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാത്തവരായിരുന്നില്ല, അള്ളാഹുവിന് വേണ്ടി നോമ്പെടുക്കാത്തവരായിരുന്നില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാത്തവരായിരുന്നില്ല മക്കയിലുള്ള അറബികൾ. അപ്പോൾ ഒരു സാധാരണക്കാരന്റെ ചോദ്യം, എങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ അറേബ്യയിൽ വന്ന് എന്താണ് ജനങ്ങളോട് പറഞ്ഞത്? അവര് നോമ്പെടുക്കുന്നവരും ആരാധനകൾ ചെയ്യുന്നവരും ആയിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വന്നത്? അവരോട് എന്താണ് പ്രവാചക തിരുമേനി പ്രബോധനം ചെയ്തത്? ഇത് ഇങ്ങനെ പറഞ്ഞു പോവലല്ല. വിശുദ്ധ ഖുർആൻ ഈ കാര്യം പറയുന്നത് നമ്മളെല്ലാവരും ശ്രദ്ധയോട് കൂടെ കേൾക്കേണ്ടതാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ ഓതുമ്പോ അതിന്റെ ഉത്തരം നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നമസ്കരിക്കുന്നത് എന്താണ്? അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് കൊണ്ടാണ്. നമ്മൾ നോമ്പെടുക്കുന്നത് എന്താണ്? അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് കൊണ്ടാണ്. നമ്മൾ ഹജ്ജിന് പോകുന്നത് എന്താണ്? അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് കൊണ്ടാണ്. നമ്മൾ മദ്യപിക്കാത്തത് എന്താണ്? അള്ളാഹു ഖുർആനിൽ വിരോധിച്ചത് കൊണ്ടാണ്. നമ്മൾ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹു അത് ഖുർആനിൽ കൽപ്പിച്ചത് കൊണ്ടാണ്. നമ്മൾ പലിശ ഭുജിക്കാത്തത് എന്തുകൊണ്ടാണ്? അള്ളാഹു അത് ഖുർആനിൽ വിരോധിച്ചത് കൊണ്ടാണ്. സഹോദരന്മാരെ, അള്ളാഹു വിരോധിച്ചു, അള്ളാഹു കൽപ്പിച്ചു എന്നതുകൊണ്ടാണ്, ഖുർആനിൽ അത് വന്നു എന്നതുകൊണ്ടാണ് നമ്മൾ ആ കാര്യങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുന്നത്. നമ്മൾ പറയുന്നത് ആ അള്ളാഹു ഖുർആനിൽ പറഞ്ഞ ഒരുപാട് ആയത്തുകളുണ്ട്.
ആ ആയത്തുകളിലെല്ലാം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ പറയുന്ന കാര്യങ്ങളിൽ ഒന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വരുമ്പോ ആ നാട്ടിലുള്ള ആളുകൾ, നമ്മൾക്കൊക്കെ സുപരിചിതരായ അബൂജഹല്, അബൂലഹബ്, ഉത്ബത്ത്, ഷൈബത്ത്, ഇങ്ങനെ തുടങ്ങി മക്കയിൽ ഉണ്ടായിരുന്ന അറബികൾ, ആ അറബികളെല്ലാം അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരും അള്ളാഹുവിനെ ആരാധിക്കുന്നവരും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരുമായിരുന്നു എന്ന് ഖുർആനാണ് പറയുന്നത്. നമ്മളിത് ശരിക്കും മനസ്സിലാക്കണം. നമ്മൾ ഒരു കഥ പറയല്ല, ഒരു പുരാണം പറയല്ല, വിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യമാണിത്. ഖുർആനിലെ ധാരാളം ആയത്തുകൾ, ഏതാനും ചില ആയത്തുകൾ നിങ്ങൾ കേട്ടു നോക്കൂ. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്ന അല്ലാഹ്. ആകാശങ്ങളെയും ഭൂമിയെയും ആരാണ് പടച്ചത് എന്ന് മുഹമ്മദേ നീ അവരോട് ചോദിച്ചു നോക്ക്. അബൂജഹലിനോട് ചോദിച്ചു നോക്ക്, അബൂലഹബിനോട് ചോദിച്ചു നോക്ക്, ഉത്ബത്തിനോട് ഷൈബത്തിനോട് ചോദിച്ചു നോക്ക്. അവര് പറയുന്നത് ലയഖൂലുന്ന അല്ലാഹ്, ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചത് അല്ലാഹുവാകുന്നു എന്ന് അബൂജഹൽ പറയുന്നു, അബൂലഹബ് പറയുന്നു. ആകാശങ്ങളും ഭൂമിയും പടച്ചത് അല്ലാഹുവാണ്. വലഇൻ സഅൽതഹും മൻ ഖലഖഹും ലയഖൂലുന്ന അല്ലാഹ്. അബൂജഹലെ നിന്നെ പടച്ചതാരാണ്? അബൂലഹബെ നിന്നെ പടച്ചതാരാണ്? അവരോട്, അറബികളോട് മുഹമ്മദ് നീ ചോദിച്ചു നോക്ക്. വലഇൻ സഅൽതഹും മൻ ഖലഖഹും ലയഖൂലുന്ന അല്ലാഹ്. അല്ലാഹുവാണ് തങ്ങളെ പടച്ചത് എന്ന് അവര് സമ്മതിക്കുന്നു, അവര് പറയുന്നു, അവര് വിശ്വസിക്കുന്നു. ഈ വിശ്വസിക്കുന്നത് അബൂജഹലാണ്. അള്ളാഹുവാണ് ഞങ്ങളെ പടച്ചത് എന്ന് അവരാണ് പറയുന്നത്. ആകാശഭൂമികളെ പടച്ചത് അള്ളാഹുവാണ് എന്ന് അവരാണ് പറയുന്നത്. അള്ളാഹു പറയുന്ന ആയത്തുകളാണിത്. വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വമൻ യുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യി വമൻ യുദബ്ബിറുൽ അംറ ലയഖൂലുന്ന അല്ലാഹ്. ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും ഈ പ്രപഞ്ചത്തിന്റെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നവനാര്? ലയഖൂലുന്ന അല്ലാഹ്. എല്ലാം അല്ലാഹു തന്നെ എന്ന് മക്കയിലെ അറബികൾ പറയുന്നു, അബൂജഹൽ പറയുന്നു. ജീവനുള്ളതിനും ജീവനില്ലാത്തതും അവയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതും പടക്കുന്നതുമെല്ലാം അല്ലാഹുവാണ്, അല്ലാഹുവാണ് എന്നാണ് പറയുന്നത്. വേറെ പേരൊന്നുമല്ല, അല്ലാഹുവാണ്. മൻ റബ്ബുസ് സമാവാതി സബ്ഇ വൽ അർശിൽ അദീം. 7 ആകാശങ്ങളുടെയും ഉടമസ്ഥനാര്? റബ്ബുൽ അർശിൽ അദീം. സിംഹാസനത്തിന്റെ അർശിന്റെ ഉടമസ്ഥനാര്? സയഖൂലൂന ലില്ലാഹ്. 7 ആകാശങ്ങളുടെയും ഉടമസ്ഥൻ അല്ലാഹുവാണ്, അർശിന്റെ ഉടമസ്ഥനും അല്ലാഹു തന്നെ എന്ന് ആര് പറയുന്നു? മക്കയിലെ അറബികൾ പറയുന്നു. റസൂലുള്ള വരുന്നതിന് മുമ്പുള്ള കാര്യമാണിത്. റസൂലുള്ള വരുന്നതിന് മുമ്പേ ഉള്ള കാര്യമാണിത്. ആ നാട്ടിലേക്കാണ് റസൂലുള്ള വന്നത്. എന്തിന്? അള്ളാനെ വിശ്വസിക്കുന്ന, അള്ളാഹുവാണ് ആകാശഭൂമികൾ പടച്ചത് എന്ന് വിശ്വസിക്കുന്ന, അള്ളാഹുവാണ് ഞങ്ങളെ പടച്ചത് എന്ന് വിശ്വസിക്കുന്ന ആ ആളുകൾക്കിടയിലേക്ക് എന്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നു? പ്രധാനപ്പെട്ട ചോദ്യം ഇതാ. ഒന്നുകൂടെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അള്ളാഹു അവരെ കുറിച്ച് പറയാണ്, വമാ യുഅ്മിനു അക്തറുഹും ബില്ലാഹ് ഇല്ലാ വഹും മുശ്രികൂൻ. അവരിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും, അറബികളിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും അള്ളാഹുവിൽ ഈമാനുള്ളവരാകുന്നു, അള്ളാഹുവിൽ ഈമാനുള്ളവരാകുന്നു. എന്നിട്ട് നമ്മൾ ആരെങ്കിലും അബൂജഹലിന്റെ പേര് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു എന്ന് ചൊല്ലാറുണ്ടോ? അബൂലഹബിന്റെ പേര് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു എന്ന് ചൊല്ലാറുണ്ടോ? ഇല്ലല്ലോ. ഇവർ ഇതൊക്കെ ഇവർ വിശ്വസിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞത്. അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമുണ്ട് എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഇനിയോ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാ, പടച്ചവനോട് പ്രാർത്ഥിക്കുന്നവര്. അതാര് പറഞ്ഞു? അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, വഇദാ റകിബൂ ഫിൽ ഫുൽകി ദഅവു അല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജാഹും മിനൽ ബർരി ഇദാ ഹും യുശ്രികൂൻ. അറബികൾ കടലിലൂടെ യാത്ര ചെയ്യുമ്പോ, കപ്പലിലേറി കടലിലൂടെ യാത്ര ചെയ്യുമ്പോ, കടല് കാറ്റും കോളും തിരമാലകളും വന്ന് നിറയുമ്പോ കപ്പല് ആഞ്ഞുലഞ്ഞ് ഏത് സമയത്തും തകർന്ന് തരിപ്പണമാകും എന്ന അവസ്ഥയിൽ വരുമ്പോ അള്ളാഹു പറയാണ്,
അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. ആര്? അബൂജഹൽ, ആര്? അബൂലഹബ്, ഉത്ബത്ത്, ശൈബത്ത് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. എങ്ങനെ? മുഖ്ലിസീന ലഹുദ്ദീൻ, നിഷ്കളങ്കരായി താഴ്മയോടുകൂടെ പടച്ചവനോട് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ശരിക്കും ആലോചിക്കണം, ഇങ്ങനെയൊക്കെയുള്ള അറബികൾക്കിടയിലേക്ക് എന്തിന് റസൂലുള്ളാഹി വന്നു? വീണ്ടും അല്ലാഹു പറയാണ് അവരുടെ പ്രാർത്ഥന. അവർ അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ ഖുർആൻ പറയാ, അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ് മിൻ ഇൻദിക ഫംതിർ അലൈനാ ഹിജാറത്തൻ മിനസ് സമാഇ അവ ഇത്നാ ബിഅദാബിൻ അലീം. അല്ലാഹുവേ, അല്ലാഹുവേ, ഈ മുഹമ്മദിനെ നീയാണ് അയച്ചതെങ്കിൽ, ഈ ഖുർആൻ നീയാണ് ഞങ്ങൾക്ക് നൽകിയതെങ്കിൽ ഞങ്ങൾ മുഹമ്മദിനെ സമ്മതിക്കുകയില്ല, ഞങ്ങൾ അവനെ അംഗീകരിക്കുകയില്ല. അവനെ അംഗീകരിക്കുന്നതിന് പകരം അല്ലാഹുവേ ഞങ്ങളുടെ മേൽ കന്മഴ പെയ്യിപ്പിച്ച് കല്ലിന്റെ മഴ പെയ്ത് ഞങ്ങളെ കൊന്നുകളയണമേ. വേദനാജനകമായ മറ്റു വല്ല ശിക്ഷകളും നൽകി പടച്ചവനെ ഞങ്ങളെ നീ നശിപ്പിച്ചേക്കണേ. അതെന്താ അവരങ്ങനെ പറയുന്നത്? അതിനൊരു കാരണം വേണല്ലോ. മുഹമ്മദ് നബിയെ നീയാണ് അയച്ചതെങ്കിൽ ഞങ്ങൾ സമ്മതിക്കൂല. കാരണം അബൂജഹൽ കാത്തു നിൽക്കുകയാണ് ഇങ്ങ നബിയാക്കുന്ന. അബൂലഹബ് ഏതായാലും ഒരുങ്ങി നിൽക്കുകയാണ് എന്നെയാണ് നബിയാക്കുക എന്നുള്ളത്. വലീദ് ഒരുങ്ങി നിൽക്കുകയാണ് എന്നെ നബിയാക്കുന്ന് പറഞ്ഞിട്ട്. ഉത്ബത്ത് ഒരുങ്ങി നിൽക്കുകയാണ്. അബൂ സുഫിയാൻ വരെ കാത്തു നിൽക്കുകയാണ്. എന്താ കാരണം? ആ നാട്ടിലെ മാടമ്പിമാരും നേതാക്കന്മാരും ഗോത്ര നേതാക്കന്മാരും പൗരപ്രമുഖരുമാണ് ഈ ആളുകള്. അവര് നബിയാകുന്ന വിചാരിക്കണത്. നാട്ടിലൊരു നബി വരുന്ന എല്ലാരും പറയുന്നുണ്ട്, ക്രിസ്ത്യാനികളും പറയുന്നുണ്ട്, ജൂതന്മാരും പറയുന്നുണ്ട്. ജൂതന്മാര് പറയുന്ന അവരെ കൂട്ടത്തിലാ വരിക, ക്രിസ്ത്യാനികൾ പറയാ ഞങ്ങളെ കൂട്ടത്തിനാ വരിക. അറബികൾ പറയുന്നത് അങ്ങനെയല്ല. ഈ പ്രാവശ്യം ഇസ്മായിലി പരമ്പരയിൽ വരും, ഇസ്മായിലിന്റെ മക്കളിൽ, ഇബ്രാഹിമിന്റെ മക്കളിൽ ഞങ്ങളെ കൂട്ടത്തിനാ വരിക. അത് ഞാനാകുമെന്ന് വിചാരിച്ചിരുന്നു അബൂജഹല്, അത് ഞാനാകുമെന്ന് വിചാരിച്ചിരുന്നു അബൂലഹബ്, വലീദ് ഞാനാകുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ വന്നതാരാ? വന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നബിയാണെങ്കിലോ ജനിക്കുന്നതിന് മുമ്പ്, അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് വാപ്പ മരിച്ചുപോയി. ജനിച്ചതിന് ശേഷം ഏതാനും വർഷങ്ങളായപ്പോ ഉമ്മി മരിച്ചുപോയി. വളരുന്നത് ആരാ? വളരുന്നത് ആരുടെ വീട്ടിലാ? മൂത്താപ്പാന്റെ വീട്ടില്. വല്യാപ്പയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. വല്യാപ്പയും മൂത്താപ്പയും ഒക്കെ കൂടിയാണ് പിന്നെ വളർത്തിക്കൊണ്ടുവരുന്നത്. എന്താ ഈ പറയാൻ കാരണം? എന്താ പറയാൻ കാരണം? സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. പ്രവാചക തിരുമേനി ജനിക്കുമ്പോ പ്രവാചക തിരുമേനിക്ക് വാപ്പല്ല, ഉമ്മ ഉടനെ മരിച്ചുപോയി. വല്യാപ്പ റസൂലുള്ളാഹിന്റെ വല്യാപ്പ ഇതിന്റെ മുമ്പ് മരിച്ചുപോയി. അതിനൊക്കെ പുറമെ അദ്ദേഹത്തെ വളർത്തുന്നത് ആരാ? അദ്ദേഹത്തെ പല ഉമ്മമാരുടെയും മുല കുടിച്ച റസൂലുള്ളാഹി വളരുന്നത് ആ ഒരാളെ. ആളുകളെ വെച്ചു നടക്കണ മുഹമ്മദിനെ, അവൻ സത്യസന്ധനാണ്, അൽ അമീൻ എന്ന് ഞങ്ങൾ പേരിട്ടതാണ്, വളരെ വേണ്ടപ്പെട്ടവനാണ്. പക്ഷെ നബിയാകാൻ ഞങ്ങളാണ് നേതാക്കന്മാര്, ഞങ്ങളാണ് ആകേണ്ടത്. ആ ഒരൊറ്റ കുശുംബകാരനാണ് അവര് നബിനെ നിഷേധിച്ചത്. അവൻ മുഹമ്മദ് നബി കട്ടു എന്ന് പറഞ്ഞിട്ടല്ല, പെൺപിടിയനാന്ന് പറഞ്ഞിട്ടല്ല, സാമ്പത്തികമായി അഴിമതി നടത്തുന്ന ആളാന്ന് പറഞ്ഞിട്ടല്ല. ഇതൊന്നും റസൂലുള്ളാഹിനെ പറ്റി അവർക്ക് ആക്ഷേപമല്ല. അവര് പറഞ്ഞു ഞങ്ങളെ ആകേണ്ടിയിരുന്നു നബി, ഞാനാകണമെന്ന് ഓരോരുത്തരും പറഞ്ഞു. ആ ഒരൊറ്റ വാശി കൊണ്ട് അവര് റസൂലുള്ളാഹിനെ അംഗീകരിച്ചില്ല. അതുകൊണ്ട് അവര് അള്ളാഹിനോട് പറഞ്ഞെന്താ അറിയോ? അള്ളാഹുവേ, ഈ മുഹമ്മദിനെ ഞങ്ങൾ സമ്മതിക്കൂല. അദ്ദേഹം കൊണ്ടുവന്നു, നീ കൊടുത്തയച്ചതാണെന്ന് പറഞ്ഞ ഖുർആനും ഞങ്ങൾ സമ്മതിക്കൂല. അതിലേറെ നല്ലത്, അവനെ അംഗീകരിക്കുന്നതിലേറെ നല്ലത് അല്ലാഹുമ്മ, പടച്ചവനെ, ഞങ്ങളുടെ മേൽ കൽമഴ പെയ്യിപ്പിച്ച് ഞങ്ങളെ നീ കൊന്നുകളയുകയോ വേദനാജനകമായ മറ്റു വല്ല ശിക്ഷകളും നൽകി ഞങ്ങളെ നശിപ്പിക്കുകയോ ചെയ്യണേ. ആരോട്? അള്ളാഹിനോട്. അപ്പൊ അബൂജഹലിന് അള്ളാഹിന് വിശ്വാസം ഉണ്ടോ? വിശ്വാസം ഉണ്ട് എന്ന് മാത്രമല്ല അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നതായി പറഞ്ഞേ. വിശ്വാസം ഉണ്ട് എന്നുള്ളതിന് അള്ളാഹു പറഞ്ഞ ആയത്താണ് നമ്മൾ ഓതിയത്. അള്ളാഹിനോടാ പ്രാർത്ഥിച്ചത് ഞങ്ങളെ കൊല്ലണേ. ഇനി നിങ്ങൾക്കറിയാലോ ബദർ യുദ്ധം. ആ ബദർ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ അബൂജഹൽ ആരോടാ പ്രാർത്ഥിച്ചത്? ആരോടാ യുദ്ധത്തിന് പോണത്? റസൂലുള്ളാഹിനോടാ യുദ്ധത്തിന് പോണത്. ആ യുദ്ധത്തിന് റസൂലുള്ളാഹിനോട്
യുദ്ധത്തിന് പോകുമ്പോ കഅബയുടെ കില്ല പിടിച്ചിട്ട് അബൂജഹല് ആരോടാ പ്രാർത്ഥിക്കുന്നത്? അള്ളാഹുവിനോട്, സാക്ഷാൽ പടച്ചോനോട്. അബൂജഹല് എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മൻസുർ ഖൈറൽ ജുൻദൈൻ വ അക്രമൽ ഫിഅത്തൈൻ വ ഖൈറൽ ഖബീലത്തൈൻ. അല്ലാഹുവേ, ഈ രണ്ട് കക്ഷികളിൽ ഏറ്റവും നല്ലവരെ നീ സഹായിക്കണമേ, ഏറ്റവും മാന്യന്മാരെ നീ സഹായിക്കണമേ റബ്ബേ. ആരാ പ്രാർത്ഥിക്കുന്നത്? അബൂജഹലാ പ്രാർത്ഥിക്കുന്നത് അള്ളാഹിനോട്. യുദ്ധം നടക്കുകയാണ്, ഇതിൽ രണ്ടില് ഏറ്റവും നല്ല കക്ഷികളെ നീ വിജയിപ്പിക്കണം റബ്ബേ. ആ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിച്ചു. ആ യുദ്ധത്തിൽ അബൂജഹൽ കൊല്ലപ്പെടുകയും ചെയ്തു. ബദറിൽ മുസ്ലിങ്ങൾ വിജയിക്കുകയും ചെയ്തു. സഹോദരന്മാരെ ആലോചിച്ചു. അപ്പൊ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവിനോട് അവര് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനകൾ ഖുർആൻ പറഞ്ഞതാണ് ഈ പറഞ്ഞത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. സഹോദരന്മാരെ, അള്ളാഹുവിനോട് അവര് പ്രാർത്ഥിച്ചു, അള്ളാഹുവിനെ വിശ്വസിച്ചു. അള്ളാഹുവാണ് 7 ആകാശങ്ങളും ഭൂമിയും പടച്ചതെന്ന് പറഞ്ഞു. അവർക്ക് ഈമാനുണ്ട് എന്ന് അള്ളാഹ് പറഞ്ഞു. ഇനി ഒന്നുകൂടി പറയാം, ഞാൻ നീട്ടിപ്പരത്തി പറയില്ല. 9 മണിക്ക് ഈ പരിപാടി അവസാനിക്കും ഇൻഷാ അല്ലാഹ്. ഇനി ഈ ആളുകൾ ചെയ്ത ഇബാദത്തുകൾ കേൾക്കണ്ടേ? ആര്? അബൂലഹബ്, ഉത്ബത്ത്, ശൈബത്ത് ഒരു ചെയ്ത ഇബാദത്ത് കേൾക്കണ്ടേ? അള്ളാഹ് ഖുർആനിൽ പറയാം. അവര് പ്രാർത്ഥിക്ക മാത്രല്ല, അള്ളാഹ്ക്ക് ചെയ്ത ഇബാദത്ത് നോക്കൂ. ഖുർആൻ പറയാണ്, അവർക്ക് കന്നുകാലികൾ ഉണ്ടാകുമ്പോ, അവര് കൃഷി ഇറക്കി അതിന്റെ വിളവ് ലഭിക്കുമ്പോ അവര് അള്ളാഹുവിന്റെ പേരിൽ നേർച്ചയാക്കി വെക്കും. അവരിങ്ങനെ പറയും, ഇത് അള്ളാഹുവിനുള്ളതാകുന്നു. ഒട്ടകങ്ങളിലെ ചില ഒട്ടകങ്ങളെ അവർ മാറ്റിവെക്കും. പടച്ചോന് നേർച്ച നേരും, പടച്ചവന് വേണ്ടി നേർച്ച നേരും. എന്നിട്ട് അവർ പറയും ഇത് അള്ളാഹ്ക്കുള്ളതാണ്. അവർ കൊയ്തെടുക്കുന്ന ധാന്യങ്ങളിൽ നിന്ന്, ഈത്തപ്പഴത്തിൽ നിന്നും ഗോതമ്പിൽ നിന്നും മുന്തിരിയിൽ നിന്നും ഒരു ഭാഗം നീക്കി വെക്കും. എന്നിട്ട് അവർ പറയും ആദാലില്ല, ഇത് പടച്ചവനുള്ളതാണ്. സൂറത്തുൽ അൻആമിലെ ആയത്താ ഞാൻ ഊതിയത്. അള്ളാഹുവിന് വേണ്ടി അവർ നേർച്ച നേർന്നു. ആര്? അബൂജഹലിന്റെ ടീമും അറബികള്. അവർ അള്ളാഹുവിന് വേണ്ടി പടച്ച തമ്പുരാന്റെ പേര് നൽകി പേര് വിളിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. റസൂലുള്ളാഹി ജനിച്ചിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിട്ടില്ല. പ്രവാചകന്റെ ഉപ്പ അബ്ദുള്ളയാണ് ജനിച്ചത്. ആ അബ്ദുള്ളാക്ക് അബ്ദുള്ള എന്ന് പേരിട്ടതാരാ? പ്രവാചകന്റെ വെല്ലിപ്പ അബ്ദുൽ മുത്തലിബ് മുസ്ലിം അല്ലല്ലോ, നബി ജനിച്ചിട്ടില്ലല്ലോ. നബിന്റെ വാപ്പയാണ് ജനിച്ചത്. ആ വാപ്പാക്ക് അബ്ദുള്ള എന്ന പേര്. അള്ളാന്റെ അടിമ. ആ പേരാരിട്ടതാ? നബി വന്നിട്ടെന്നല്ല, നബി ജനിച്ചിട്ടില്ല, റസൂലുള്ളാഹിന്റെ വാപ്പയാണ് ജനിച്ചത്. ആ വാപ്പാക്ക് അബ്ദുള്ള എന്ന പേര്. അവർക്ക് അള്ളാഹിനെ വിശ്വാസമുണ്ടോ? അവർ അള്ളാഹിനെ ആരാധിച്ചിരുന്നോ? സാധാരണക്കാരായ മുസ്ലിങ്ങളെ നമ്മളാണ് ആലോചിക്കേണ്ടത്. നബി വരുമ്പോ നബിന്റെ നാട്ടിലുള്ള ആളുകൾ നിരീശ്വരവാദികളല്ല, അങ്ങനെ കുറച്ച് ആളുകളെ ഉള്ളൂ. ബാക്കിയൊക്കെ ഈ പറഞ്ഞ മാതിരിയാ. അബ്ദുള്ള എന്ന് പേരിടണമെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ മുസ്ലിങ്ങളോട് ചോദിച്ചു നോക്കൂ, മുഹമ്മദിന്റെ വാപ്പാന്റെ പേരെന്താന്ന് പറഞ്ഞാൽ അവര് പറയും അബ്ദുള്ള. അതിന്റെ അർത്ഥം എന്താ? അള്ളാന്റെ അടിമ. അപ്പൊ അള്ളാഹ് എന്നുള്ള പേര് നബി കൊണ്ടുവന്നതല്ല. അറബികൾ പണ്ടേ വിളിച്ച പേര് അള്ളാഹു. അതുകൊണ്ട് അവർ അള്ളാന്റെ പേര് വെച്ച് കുഞ്ഞുങ്ങൾക്ക് പേര് കൊടുത്തു. അള്ളാന്റെ പേര് വെച്ച് അബ്ദുള്ള എന്ന് പേരിട്ടു, അബ്ദുൽ ഖാലിഖ് എന്ന് പേരിട്ടു, അബ്ദുൽ റാസിഖ് എന്ന് പേരിട്ടു. ഇതൊക്കെ അള്ളാന്റെ പേരാ. കാരണം അള്ളാഹു ഉണ്ട് എന്നല്ല, അള്ളാഹുവിനെ അവർ വിശ്വസിക്കാണ്. അവരുടെ ഈമാനിൽപ്പെട്ടത് അള്ളാഹുള്ള വിശ്വാസം. വീണ്ടും അള്ളാഹ് പറയാ, അവര് ഹജ്ജ് ചെയ്യുന്നു. ഇപ്പൊ ഹജ്ജിന്റെ സമയമാണല്ലോ. സഹോദരങ്ങളെ, ശരിക്കും വൃത്തിയായി മനസ്സിലായിക്കോളെ. റസൂലുള്ളാഹി ജനിക്കുന്നതിന് മുമ്പ് തന്നെ കഅബാലയം അവിടെ ഉണ്ട്. ആ കഅബാലയത്തിന്റെ ഉടമസ്ഥരാരാ? ഈ അബൂലഹബുമാണ്. അവരുടെ കസ്റ്റഡിയിൽ ആ കഅബാലയം ഉള്ളത്. അവിടെ ഹജ്ജിന് വരുന്ന ആളുകൾക്ക് സൗജന്യമായി തരിക്കഞ്ഞുണ്ടാക്കി കൊടുത്തിരുന്ന ആളായിരുന്നു ലാത്ത.
ആ ലാത്തയാണ് മരിച്ചതിന് ശേഷം വിഗ്രഹം ഉണ്ടാക്കി വെച്ചത്, അത് പിന്നെ പറയാം. അവര് ഹജ്ജ് ചെയ്യുമ്പോ ഹജ്ജ് ചെയ്യാൻ മുസ്ലിങ്ങളല്ല, അബൂജഹലും നമ്മുടെ നബിന്റെ വാപ്പയും അബ്ദുള്ളയും ഒക്കെ അടക്കമുള്ള ആളുകൾ ഹജ്ജ് ചെയ്യാ, തവാഫ് ചെയ്യാണ്. ആ തവാഫ് ചെയ്യുമ്പോ അവർ ചെല്ലുന്ന തെൽബിയത്താ ഞാൻ പറയുന്നത്. അവർ ചൊല്ലിയിരുന്ന തെൽബിയത്ത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. ഇതാർക്കാ അറിയാത്തത്? ഇത് മുസ്ലിങ്ങൾ ചൊല്ലിയ തെൽബിയത്തല്ല. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന് മുമ്പ് തന്നെയും കഅബ തവാഫ് ചെയ്യുന്ന സമയത്ത്, ഹജ്ജ് ചെയ്യുന്ന സമയത്ത് മക്കയിലെ മുശ്രിക്കുകളായ അറബികളായ അബൂജഹലും അബൂലഹബും റസൂലുള്ളാഹിന്റെ ഉപ്പയും ഉമ്മയും അടക്കമുള്ള ആളുകൾ ചൊല്ലിയ തൽബിയത്താണ് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. ഖുർആൻ പറയാ, ഖുർആൻ അത് പറയാണ്. ഹജ്ജ് ചെയ്യ അവര് കഅബാലയത്തിന്റെ പരിസരത്ത് അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യുന്ന സമയത്ത് അവർ ചൊല്ലിയ തെൽബിയത്താണ് ഞാൻ ഈ പറഞ്ഞത്. അവർ ചൊല്ലിയ തെൽബിയത്ത്. അപ്പൊ അവര് മുസ്ലിങ്ങളാണോ? അല്ല. നബി ജനിച്ചിട്ടുണ്ടോ? നബി ജനിച്ചിട്ടില്ല. നബിന്റെ വാപ്പേനെയും ചൊല്ലി നടക്കുന്നത്, നബിന്റെ ഉമ്മയെ ചൊല്ലി നടക്കുന്ന അബൂജഹലും അബൂലഹബും പണ്ടത്തെ എല്ലാ ആളുകളും നബി ജനിക്കുന്നതിന് മുമ്പ് തന്നെ. എന്നിട്ടും അവരെന്ത് നമ്മൾ അബൂജഹലിന്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയാത്തത്? വമാ കാന സ്വലാത്തുഹും ഇൻദൽ ബൈത്തി ഇല്ലാ മുകാഅൻ വതസ്തിയാ. ആ കഅബ തവാഫ് ചെയ്യുന്നതിന്റെ രൂപം അല്ലാഹു പറയാ, അല്ലാഹു പറഞ്ഞതാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളൊക്കെ നമ്മളൊക്കെ മുഹറം 9 10 നോമ്പ് വിൽക്കുന്ന ആൾക്കാരാണ്. മുഹറം 9 10 ആശുറാവും താസുവാവും. നിങ്ങൾ ഏതൊരാളോട് ചോദിച്ചു നോക്കൂ, മുഹറം 10ന്റെ നോമ്പ് നമുക്ക് നിർബന്ധമായിരുന്നു. എല്ലാവർക്കും, മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും നിർബന്ധമായിരുന്നു. ആ മുഹറം 10ന്റെ നോമ്പ് നോറ്റ ആളാരറിയോ? അബൂജഹല്. ആ മുഹറം 10ന്റെ നോമ്പ് നോറ്റിരുന്നത് ആരറിയോ? മുശ്രിക്കുകൾ, മക്കയിലെ മുശ്രിക്കുകൾ, നബി ജനിക്കുന്നതിന് മുമ്പ് തന്നെ, റസൂലുള്ളാഹി വരുന്നതിന് മുമ്പ്. അപ്പൊ ഇതിന്റെ ഒരു സംഗതി നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഏതൊരറിവുള്ള ഒരാളോട് ചോദിച്ചു നോക്കൂ. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു, നബിന്റെ അടുത്ത് വന്നു. നബിയോട് പറയാ, റസൂലുള്ളാഹ്, കഅബാലയത്തിൽ പോയി ഏതാനും ദിവസം ഇഅ്തികാഫ് ഇരിക്കണം. ഇഅ്തികാഫ് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇഅ്തികാഫ് ഇരിക്കണം എന്ന് ഞാൻ നേർച്ച നേർന്നിരുന്നു, അള്ളാഹ്ക്ക് വേണ്ടി ഇഅ്തികാഫ് ഇരിക്കണം എന്ന് ഞാൻ മുസ്ലിം ആകുന്നതിന് മുമ്പ്. ശരിക്കും മനസ്സിലായിക്കോളൂ, ഞാൻ മുസ്ലിം ആകുന്നതിന് മുമ്പ് കഅബാലയത്തിന്റെ ഉള്ളിലോ പുറത്തോ ഇരുന്ന് ഏതാനും ദിവസം, 10ഓളം ദിവസം, അതിന് വിശദീകരണം, ഇഅ്തികാഫ് ഇരിക്കണം എന്ന് ഞാൻ നേർച്ച നേർന്നിരുന്നു റസൂലുള്ളാഹ്. ഞാനിപ്പോ മുസ്ലിമായില്ലേ? മുസ്ലിം ആകുന്നതിന് മുമ്പ് ഇപ്പൊ എനിക്ക് ആ നേർച്ച വീട്ടണോ? ഞാൻ മുസ്ലിമായല്ലോ. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, അള്ളാഹ്ക്ക് നേർച്ച നേർന്ന നേർച്ചയാണെങ്കിൽ അത് വീട്ടണം. ഒരു ഇസ്ലാമിക വിധി നടപ്പിലാവുകയാണ്. അള്ളാന്റെ പേരിലാണ് നീ നേർച്ച നേർന്നതെങ്കിൽ ഇഅ്തികാഫ് ഇരിക്കാൻ നിനക്ക് നിർബന്ധമാണ്. പ്രവാചക തിരുമേനിയുടെ കാലത്ത് ഉമർലാൻ നീ സാധിച്ചില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്താണ് ഉമർ പോയിട്ട് ഇഅ്തികാഫ് ഇരിക്കുന്നത്. മുസ്ലിമായ ഉമറല്ല ഇഅ്തികാഫ് ഇരിക്കാൻ നേർച്ചേർന്നത്, മുശ്രിക്കായ ഉമറ, നബിനെ കൊല്ലാൻ നടന്ന ഉമറാണ് ഇഅ്തികാഫ് ഇരിക്കാൻ നേർച്ചേർന്നത്. പക്ഷെ നേർച്ച നേർന്ന സമയത്ത് മുശ്രിക്കാണ് അള്ളാഹ്ക്ക് വേണ്ടി. പക്ഷെ നേർച്ച വീട്ടുമ്പോഴോ അദ്ദേഹം മുസ്ലിമായിട്ടാണ് ആ നേർച്ച വീട്ടുന്നത്. എന്നിട്ട് നമ്മള് ഈ ഇഅ്തികാഫ് ഇരുന്ന ആളുകൾ എങ്ങനെ പഴിച്ചുപോയി? എങ്ങനെ പഴിച്ചുപോയി? അള്ളാഹിനോട് പ്രാർത്ഥിച്ച അബൂജഹൽ എങ്ങനെ പഴിച്ചുപോയി? ഹജ്ജ് ചെയ്ത് അവരെങ്ങനെ പഴിച്ചുപോയി? നിങ്ങൾ നോക്കൂ. നമ്മളിവിടെ അബ്ദുള്ള ഹജ്ജിന് പോയാല് അയാളുടെ പേരെന്താ? പിന്നെ അബ്ദുള്ള ഹാജി. റസൂലുള്ളാഹിന്റെ വാപ്പ എത്ര ഹജ്ജ് ചെയ്തു നിങ്ങൾ? റസൂലുള്ളാഹിന്റെ വാപ്പാന്റെ പേര് അബ്ദുള്ള ഹാജി. അൽ ഹാജി അബ്ദുള്ള, അൽ ഹാജി അബ്ദുൽ മുത്തലിബ്, അൽ ഹാജി അബ്ദു മനാഫ്, അൽ ഹാജ് ഖുസൈ, കിലാബ്, കഅബ്. റസൂലുള്ളാഹിന്റെ വല്യപ്പമാര് അവരൊക്കെ ഹജ്ജ് ചെയ്തവരാ. കാരണം അവരുടെ കയ്യിലാ കഅബ ഉണ്ടായിരുന്നത്. അവരുടെ കയ്യിലാ, അവരൊക്കെ ഹാജിമാരാ, ഹജ്ജ് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരൊറ്റ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ. റസൂലുള്ളാഹി ഒരൊറ്റ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ ഇസ്ലാം നബി ആയതിനു ശേഷം. ഇവര് നബിന്റെ വാപ്പി
എന്നാലും ഓരോ വർഷവും അവർ ഹജ്ജ് ചെയ്തിരുന്നു. എന്നിട്ടും അവരെങ്ങനെ പഴിച്ചു? അവരുടെ തൽബിയത്താണ് ഞാൻ പറഞ്ഞത്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക. ഇതിന്റെ ഒരു ബാക്കിയുണ്ട്, അത് ഞാൻ പറയാം. അവര് നോമ്പ് നോറ്റു, ആശൂറാവിന്റെ നോമ്പ്. അതാ ഞാൻ പറഞ്ഞത്, ആശൂറാവിന്റെ നോമ്പ് എല്ലാവർക്കും നിർബന്ധമായിരുന്നു. മുശ്രിക്കുകൾ നോറ്റു, ജൂതന്മാരും നോറ്റു, നസ്രാനികളും നോറ്റു, ക്രിസ്ത്യാനികളും നോറ്റു, എല്ലാവരും നോറ്റു. ആ നോറ്റ നോമ്പ്, മുഹറം 10 നോമ്പ് നമ്മൾക്ക് നിർബന്ധമായിരുന്നു. ഇമാം ബുഖാരി ധരിച്ച ഹദീസിൽ ഹഡിങ്ങനെ കൊടുത്തിട്ടുണ്ടത്. പക്ഷേ റമദാൻ നിർബന്ധമായപ്പോ, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമദാൻ. ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസുംഹു, ആ മാസത്തിൽ ഹാജറുള്ളവർ നോമ്പെടുക്കട്ടെ എന്ന് അല്ലാഹുവിന്റെ നിയമം വന്നോ. കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നോമ്പ് റമദാനിലെ നോമ്പ് അത് നിർബന്ധമായപ്പോ റസൂലുള്ളാഹി ജനങ്ങളെ വിളിച്ചു കൂട്ടി പറഞ്ഞു, ജനങ്ങളെ, ഇനി മുതൽ നിങ്ങൾക്ക് നിർബന്ധമായ നോമ്പ് റമദാനിലെ 29 30 നോമ്പാണ്. ഇനി എന്ത് ചെയ്യാ? മുഹറം 10 നോമ്പല്ലേ, ഇഷ്ടമുള്ളവർക്ക് ആ നോമ്പെടുക്കാം. പക്ഷേ 9 ആ കൂട്ടത്തിൽ നോൽക്കും. അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുന്നില്ല. പക്ഷേ പിറ്റത്തെ വർഷമായപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. പ്രവാചകന്റെ വാക്കുകൊണ്ട് ആ നോമ്പ് സ്ഥിരപ്പെട്ടു. മുസ്ലിങ്ങൾ ഇന്ന് മുഹറം 9 10 നോമ്പെടുക്കുന്നു. പക്ഷെ റമദാനിലെ നോമ്പ് നിർബന്ധമായി ആചരിക്കുന്നു. ഈ മുഹറം 10 നോമ്പ് മക്കയിലെ മുശ്രിക്കുകൾ നോറ്റ നോമ്പാണ്. അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നോമ്പെടുത്തു, ഹജ്ജ് ചെയ്തു, നേർച്ച നേർന്നു, അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. ഇതൊക്കെ ചെയ്തിട്ട് ഈ ആളുകൾ എങ്ങനെ പഴിച്ചു? എന്തിനാ പിന്നെ റസൂലുള്ളാഹി അങ്ങോട്ട് വന്നത്? എന്തിനാണ് റസൂലുള്ളാഹി വന്നത്? ആ ചോദ്യത്തിനാണ് ഖുർആൻ വായിക്കണം, പഠിക്കണം എന്ന് പറയുന്നത്. ഇതൊക്കെ ഖുർആനിൽ വന്ന ആയത്തുകളാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? റസൂലുള്ളാഹി വന്നത് ഇവർ അള്ളാഹുവിനെ ആരാധിക്കുന്നു, അള്ളാഹ്ക്ക് നേർച്ച നേരുന്നു, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്, ഇരിക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ? ഇവര് അള്ളാഹുവിന് ചെയ്യുന്നത് പോലെ അള്ളാഹു അല്ലാത്ത ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പ്രാർത്ഥിക്കുന്നു, ഇസ്മായിൽ നബിയോട് പ്രാർത്ഥിക്കുന്നു, മലക്കുകളോട് പ്രാർത്ഥിക്കുന്നു, മരണപ്പെട്ടു പോയ അമ്പിയാക്കന്മാരോട് പ്രാർത്ഥിക്കുന്നു, ലാത്തയോട് പ്രാർത്ഥിക്കുന്നു, അവർക്ക് നേർച്ചകളും വഴിപാടുകളും ചെയ്യുന്നു. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും അവർക്ക് നേർച്ചകളും വഴിപാടുകളും ചെയ്തപ്പോ അള്ളാഹു തആല മുഹമ്മദ് നബിയെ പറഞ്ഞയച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തേ പറഞ്ഞത്? റസൂലുള്ളാഹി എന്തേ അവരോട് പറഞ്ഞത്? അവരോട് പറഞ്ഞ വാക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് എന്താ അറിയോ? അദ്ഉകും ഇലാ ഇബാദത്തില്ലാഹി മിൻ ഇബാദത്തിൽ ഇബാദ് വഅദ്ഉകും ഇലാ വിലായത്തില്ലാഹി മിൻ വിലായത്തിൽ ഇബാദ്. ജനങ്ങളെ, ഞാൻ നിങ്ങളെ വിളിക്കുന്നത് അല്ലാഹു അല്ലാത്ത പടപ്പുകളെ ആരാധിക്കുന്നതിൽ നിന്ന് അല്ലാഹുവിനെ മാത്രം ആരാധിക്കണേ എന്ന് പറയാനാ ഞാൻ വന്നത്. വഅദ്ഉകും ഇലാ വിലായത്തില്ലാഹി മിൻ വിലായത്തിൽ ഇബാദ്. അല്ലാഹു അല്ലാത്ത വിലായത്തുകളിൽ നിന്ന്, വലിയമാരിൽ നിന്ന്, ഔലിയാക്കന്മാരിൽ നിന്ന് അല്ലാഹുവാകുന്ന വലിയിലേക്ക് ക്ഷണിക്കാൻ വന്നവനാണ് ഞാൻ. ശരിക്കും മനസ്സിലായിക്കോളൂ, ഞാൻ വന്നത് അള്ളണ്ട് എന്ന് പറയാനല്ല. അള്ളണ്ട് നിങ്ങൾക്കൊക്കെ വിശ്വാസമുണ്ട്, നിങ്ങൾ അള്ളാഹിനെ ആരാധിക്കണം എന്ന് പറയാനുമല്ല. നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വന്നത് എന്തിനാ? അള്ളാഹു എന്നെ പറഞ്ഞയച്ചത് എന്തിനാ? നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറയാൻ. നിങ്ങൾ എന്താ പറയേണ്ടത്? ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് പറയൂ. തുഫ്ലിഹു, ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് വിജയിക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്നാണ് നിങ്ങൾ പറയേണ്ടത്. അപ്പോ അവർ അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ചല്ലോ, പ്രാർത്ഥിച്ചല്ലോ. ലാത്തേന്ന് വിളിച്ചു, ഇബ്രാഹിമേന്ന് വിളിച്ചു, മലക്കുകളേന്ന് വിളിച്ചു, മരണപ്പെട്ടുപോയ ലാത്തയെ വിളിച്ചു പ്രാർത്ഥിച്ചു. നേരത്തെ ഹജ്ജിന് വരുന്ന ആളുകൾക്ക് അനീസ കൊടുത്തിരുന്ന, തരിക്കഞ്ഞി കൊടുത്തിരുന്ന നല്ല മനുഷ്യനാണ് അയാൾ. അദ്ദേഹത്തിന്റെ വിഗ്രഹം ഉണ്ടാക്കി ആരാധിച്ചു.
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? നിങ്ങൾ അള്ളാഹനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അപ്പൊ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നത്? അള്ളാഹനെ മാത്രം ആരാധിക്കണം എന്ന് പറയുമ്പോ അവർ ചോദിച്ചു, നിങ്ങൾ എന്തിനാ അള്ളല്ലാത്തവരെ ഇബ്രാഹിം നബിനെ വിളിക്കുന്നത്, ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ വിളിക്കുന്നത്? ഇബ്രാഹിം നബി അള്ളയാണോ? ഇസ്മായിൽ നബി അള്ളയാണോ? മലക്കുകളാണോ? അള്ളാഹ് ആണോ? അല്ല, നിങ്ങൾ എന്തിനാണ് അവരെ വിളിക്കുന്നത്? അവർ വളരെ മാന്യമായി അതിന് ന്യായം പറഞ്ഞു. ഞങ്ങൾ ഈ ലാത്തയെ വിളിക്കുന്നത്, ഇബ്രാഹിം നബിനെ വിളിക്കുന്നത്, ഇസ്മായിൽ നബി ഇസ്ലാമിനെ വിളിക്കുന്നത്, മലക്കുകളെ വിളിക്കുന്നതിന്റെ ഉദ്ദേശം മൂന്നെണ്ണാണ്. ഖുർആൻ പറയാൻ കേട്ടോ, അള്ളാഹുവിന്റെ ഖുർആനാണ് ഈ പറയുന്നത്. എന്താ ഒന്ന് പറഞ്ഞത്? വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ഔലിയാക്കന്മാരെ വിളിക്കുന്നത്. അള്ളാഹ് പറഞ്ഞ വാക്കാണ് ഔലിയാക്കള്. വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അള്ളാഹുവിന് പുറമെ ഔലിയാക്കന്മാരെ സ്വീകരിച്ചവര്, മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ഔലിയാക്കന്മാരെ വിളിക്കുന്നത്. ഏതാ ഔലിയാക്കന്മാര്? മഹാത്മാക്കള്, ഇബ്രാഹിം നബി, മലക്കുകള്, ഇവരൊക്കെ അള്ളാഹിന്റെ അടുത്ത മുഖർറബീങ്ങളായ അടിമകളാണ്. അവർ അള്ളയാണ് എന്നല്ല ഞങ്ങൾ പറയുന്നത്, അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ. ശരിക്കും കേട്ടോളൂ, ഖുർആനാണ് ഈ പറഞ്ഞത്. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ. ഇവർ അള്ളയാണെന്നല്ല. രണ്ടാമത് അവർ പറഞ്ഞു, وَيَعْبُدُونَ مِن دُونِ اللَّهِ مَا لَا يَضُرُّهُمْ وَلَا يَنفَعُهُمْ وَيَقُولُونَ هَؤُلَاءِ شُفَعَاؤُنَا عِندَ اللَّهِ. എന്തിനാ നിങ്ങൾ ലാത്തയെ വിളിക്കുന്നത്? എന്തിനാ നിങ്ങൾ ഇബ്രാഹിം നബിയെ വിളിക്കുന്നത്? നബിയെ ചോദിച്ചു നോക്ക് അവരോട്. അവര് മറുപടി പറഞ്ഞു, ഹൗലായി ശുഫആഉനാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുത്തേക്കുള്ള ശുപാർശക്കാരാണ് ഇവര്. ശരിക്കും കേട്ടോളൂ, ശുപാർശകന്മാരാണ് ഇവര്. അള്ളാഹുവിലേക്ക് ഇവർ അള്ളേണെന്നല്ല, അള്ളാഹുവിലേക്ക് ഇവര് ഞങ്ങളുടെ ശുപാർശകന്മാരാണ്. ഇവര് വേറെ അള്ളേണെന്നല്ല, അള്ളാഹ് ഒരേ ഒരാളാ. ആ അള്ളാഹുവിലേക്ക് എത്താനുള്ള ശുപാർശക്കാരാണ് ഇവര്. അവരെ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അവർക്ക് ഞങ്ങൾ നേർച്ചകളും വഴിപാടുകളും ചെയ്യുന്നു. മൂന്നാമത്തെ ന്യായം എന്താ? മൂന്നാമത്തെ ന്യായം, ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. അല്ലാഹുവേ, ഇവർ കഅബ തവാഫ് ചെയ്യുമ്പോൾ പറയട്ടോ, അല്ലാഹ് പറയണേ, ഇവർ കഅബ തവാഫ് ചെയ്യുന്നു. അത് അല്ലാഹ് പറഞ്ഞു ഖുർആനിൽ, വമാ കാന സ്വലാത്തുഹും ഇൻദൽ ബൈത്തി ഇല്ലാ മുകാഅൻ വതസ്ദിയ, സൂറത്തുൽ അൻആമില്. അവർ തവാഫ് ചെയ്യുമ്പോൾ ചെല്ലുന്ന തൽബിയത്താ പറയണത്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. പടച്ചവരെ, നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. ആരാണ്? അബൂജഹലും ടീമും. എന്നിട്ട് പറയണേ, ലാ ശരീക ലക റബ്ബേ, നിനക്ക് യാതൊരു ശരീക്കന്മാരുമില്ല, പങ്കുകാരുമില്ല. ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. പടച്ചവനെ, ഒരു കൂട്ടരുണ്ട്, അവർക്കുള്ളതെല്ലാം നീ കൊടുത്തതാണ്. അവർക്ക് എന്തെല്ലാം ഉണ്ടോ അത് നീ കൊടുത്തതാണ്. അവർക്ക് സ്വന്തമായിട്ട് യാതൊരു കഴിവുമില്ല. പടച്ചവനെ, നീ കൊടുത്ത കഴിവുണ്ട്, ആ കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ലാത്തയെ വിളിക്കുന്നുണ്ട്, ഇബ്രാഹിം നബിയെ വിളിക്കുന്നുണ്ട്, ഇസ്മായിലിനെ വിളിക്കുന്നുണ്ട്, മലക്കുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട്, അവർക്ക് നേർച്ചകളും വഴിപാടുകളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എന്താ കാരണം? അവരല്ലായതുകൊണ്ടല്ല. പടച്ചവനെ, നീ കൊടുത്ത കഴിവെന്നാ ഞങ്ങൾ ചോദിക്കുന്നത്, നീ കൊടുത്ത കഴിവെന്നാ ഞങ്ങൾ ചോദിക്കുന്നത്. അവരവളെന്നല്ല, നീ അവർക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട്. ആര് പറഞ്ഞു? മക്കയിലെ മുശ്രിക്കുകൾ, അബൂജഹൽ പറഞ്ഞു. അത് അള്ളാഹ് ഖുർആനിൽ നമുക്ക് പറഞ്ഞു തരാം. ഇങ്ങനെയാണ് അവർ പറഞ്ഞത്. ഒരു കാര്യങ്ങൾ ആലോചിച്ചു, എന്തുകൊണ്ടാണ് മുജാഹിദുകൾ ഇത് ഈ മുസ്ലിം സമൂഹത്തോട് പറയുന്നത്? എന്തുകൊണ്ടാണ് മുജാഹിദുകൾ ഈ മുസ്ലിം സമൂഹത്തോട് ഇത് പറയുന്നത്? നമ്മുടെ നാട്ടില് അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, നേർച്ചകളും വഴിപാടുകളും ചെയ്യുന്ന ധാരാളം മുസ്ലിം സഹോദരന്മാര്. അവര് പറയുന്ന ന്യായം ഈ മൂന്ന് ന്യായങ്ങളുമായി ഒത്തുപോകുന്നതാണോ അല്ലേ? അള്ളാഹ് കൊടുത്ത കഴിവെന്നാണ് ചോദിക്കുന്നത് എന്ന് മുസ്ലിങ്ങൾ പറയുന്നു. അള്ളാന്റെ അടുത്തുള്ള ശുപാർശകന്മാരാണ് ഇവര് എന്ന് മുസ്ലിങ്ങൾ പറയുന്നു. അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാനാണ് എന്ന് മുസ്ലിങ്ങൾ പറയുന്നു. മുജാഹിദുകൾ പറയുന്നത് അള്ളാഹുവിന്റെ ഖുർആൻ വെച്ചിട്ട് ഈ ആയത്തുകൾ പറഞ്ഞിട്ടാ പറയുന്നത്.
ഇത് മുശ്രിക്കീങ്ങൾ പറഞ്ഞ ന്യായ, ഇത് മുസ്ലിങ്ങൾ പറയരുത്. ഇത് അബൂജഹൽ പറഞ്ഞ ന്യായ, ഇത് മുസ്ലിങ്ങൾ പറയരുത്. ഇത് മുസ്ലിങ്ങൾ പറയുമ്പോ അവർ അബൂജഹലിനെ പോലെ ആവുകയാണ്, അബൂലഹബിനെ പോലെ ആവുകയാണ്. അത് പറയരുതേ എന്നാ മുജാഹിദുകൾ പറയുന്നത്. അതിന് കാരണം എന്താ? ഈ കണ്ട ആയത്തുകളൊക്കെ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇവർ ചോദിക്കാണ്, ഇവരൊന്നും ഉത്തരം തരൂലേ? ഇബ്രാഹിം നബി ഞങ്ങളെ പ്രാർത്ഥന കേൾക്കൂലേ? ഇബ്രാഹിം നബി ആട്ടോ, ഇബ്രാഹിം നബിയാണ്. ബിംബോ കല്ലോ മുട്ടിയോ അല്ല ഇബ്രാഹിം നബി. ഞങ്ങൾക്ക് ഉത്തരം തരൂലേ? ഇസ്മായിൽ നബി ഇസ്ലാം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കൂലേ? മലക്കുകൾ ഞങ്ങളെ പ്രാർത്ഥന കേൾക്കൂലേ? അതിന് അള്ളാഹു ഉത്തരം പറഞ്ഞു, കേൾക്കോ കേൾക്കൂലേ? കേൾക്കോ കേൾക്കൂലേ? അള്ളാഹു ഉത്തരം പറഞ്ഞു. ശരിക്ക് കേട്ടോളാം നിങ്ങൾ. അള്ളാഹുവാണ് പറഞ്ഞത്. സഹോദരന്മാരെ, ഞാൻ വീണ്ടും നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ നിസ്കരിക്കുന്നത് അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുകൊണ്ടാണ്. വ്യഭിചരിക്കാത്തത് അള്ളാഹു ഖുർആനിൽ പറഞ്ഞുകൊണ്ടാ. മാതാപിതാക്കളെ ഉപദ്രവിക്കാതെ സംരക്ഷിക്കുന്നത് അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുകൊണ്ടാ. നമ്മൾ കള്ളു കുടിക്കാത്തത് അള്ളാഹ് വിലക്കിയതുകൊണ്ടാ. നമ്മൾ ഹജ്ജിന് പോണത് അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുകൊണ്ടാ. നമ്മൾ സക്കാത്ത് കൊടുക്കുന്നത് അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുകൊണ്ടാ. നമ്മൾ റമളാനിലെ നോമ്പെടുക്കുന്നത് അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുകൊണ്ടാ. ആ ഖുർആനിലെ ആയത്തായി ഓതുന്നതൊക്കെ, ആ ആയത്തുകളിൽ എന്റെ സഹോദരന്മാരെ നിങ്ങൾ കേൾക്കേണ്ട ആയത്തായി ഓതുന്നത്. ഈ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ, നബിമാരാവട്ടെ, ഔലിയാക്കന്മാരാവട്ടെ, ശുഹദാക്കളാവട്ടെ, ആരുമാവട്ടെ, മലക്കുകളാവട്ടെ, ജിന്നുകളാവട്ടെ, ആരുമാവട്ടെ, അവര് പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുമോ? അവര് കേൾക്കുവോ? എന്താണ് അള്ളാഹു പറഞ്ഞത്? നാട്ടിലെ ആരോ എന്തോ പറഞ്ഞെന്നുള്ളതല്ല, അള്ളാഹു പറഞ്ഞത് എന്താ? ഖുർആൻ പറയണേ, അള്ളാഹു ഖുർആനിൽ പറയണേ, വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും മൻ ദുആഇഹിം ഗാഫിലൂൻ വഇദാ ഹുശിറൻ നാസു കാനൂ ലഹും അഅദാഅ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. അല്ലാഹു ഖുർആനിൽ പറയാ, ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴികെട്ടവൻ ആരുണ്ട്? ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴികെട്ടവൻ ആരുണ്ട്? വഹും മൻ ദുആഇഹിം ഗാഫിലൂൻ. അവരുടെ പ്രാർത്ഥന, ഈ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന അവർ അറിയുന്നില്ല, കേൾക്കുന്നില്ല. വഇദാ ഹുശിറൻ നാസു, നാളെ മഹ്ശറയിൽ ആളുകളെ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ, കാനൂ ലഹും അഅദാഅ, ആരെയാണോ വിളിച്ചു പ്രാർത്ഥിച്ചത്, ആ വിളിച്ചു പ്രാർത്ഥിക്കപ്പെട്ട ഇബ്രാഹിം നബി, മലക്കുകള്, ജിന്നുകള്, മഹാത്മാക്കള്, ആ ആളുകൾ വിളിച്ചു പ്രാർത്ഥിച്ചവരുടെ ശത്രുക്കളാകുന്നു. വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. അവർക്ക് ചെയ്ത ഇബാദത്തുകളെ, നേർച്ചകളെയും വഴിപാടുകളെയും പ്രാർത്ഥനകളെയും ആ മഹാത്മാക്കൾ തള്ളിപ്പറയുന്നു, നിഷേധിക്കുന്നു. വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. അവരോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനകള്, അവർക്ക് അർപ്പിച്ച നേർച്ചകളെല്ലാം അവർ നിഷേധിക്കുന്നു. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ കേട്ടിട്ടില്ല. അല്ലാഹ് പറയാ ഖുർആനിൽ. ഒന്നാമത് പറഞ്ഞെന്താ? ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യൂല, അവരോടാണ് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. രണ്ടാമത്, മഹ്ശറയിൽ അവരെ നിങ്ങൾ മുഖാമുഖം കണ്ടുമുട്ടും. ആരെ? നബിമാരെ, ഔലിയാക്കന്മാരെ, ശുഹദാക്കളെ ഒക്കെ നേർക്ക് നേരെ കണ്ടുമുട്ടും. അവര് നിങ്ങളെ തള്ളിപ്പറയും, നിങ്ങളുടെ ശത്രുക്കളാകും. അവരോട് പ്രാർത്ഥിച്ചതിനെ അവർ നിഷേധിക്കും. ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ. അല്ലാഹ് ഖുർആനിൽ എത്ര സ്ഥലത്തായി ഇത് പറഞ്ഞറിയോ? വഇദാ റഅല്ലദീന അശ്റകൂ ശുറകാഅഹും. വിളിച്ചു പ്രാർത്ഥിച്ച ആളുകൾ, വിളിച്ചു പ്രാർത്ഥിക്കപ്പെട്ട മഹാത്മാക്കളെ പരലോകത്ത് നിന്ന് കാണുമ്പോ, ഔലിയാക്കന്മാരെ കാണുമ്പോ, ശുഹദാക്കളെ കാണുമ്പോ, നബിമാരെ കാണുമ്പോ അവര് പറയും, ഹൗലായി കുന്നാ നദഉ മിൻ ദൂനിക യാ അല്ലാഹ്. അല്ലാഹുവിനോട് പറയാണ്, അല്ലാഹുമ്മ പടച്ചവനെ, നിനക്ക് പുറമേ ഞങ്ങൾ ദുആ ചെയ്തിരുന്ന മഹാത്മാക്കളാണ് ഈ നിൽക്കുന്നത്. അപ്പൊ ഈ മഹാത്മാക്കൾ എന്ത് പറയും? ഫഅൽഖൗ ഇലൈഹിമുൽ ഖൗല. അവരോട് മറുപടി പറയും, ഇന്നക്കും ലകാദിബൂൻ. നിങ്ങൾ പച്ചക്കളവാണ് പറയുന്നത്. നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ. അല്ലാഹ് ഖുർആനിൽ പറഞ്ഞതാണ്, അള്ളാന്റെ ആയത്താണ്, വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. പരലോകത്ത് എന്ന് ഇവരെ നമ്മൾ കണ്ടുമുട്ടും. അവര് നമ്മുടെ ശത്രുക്കളാകും. അവരിത് കേൾക്കുന്നില്ല. സഹോദരങ്ങളെ, ശരിക്കും നമ്മൾ ആലോചിക്കണം. ഒന്നുകൂടി പറയാം. അല്ലാഹ് പറയാണ്, അവ സാധാരണ ആളുകൾ പറയും, വിഗ്രഹങ്ങളെ ആരാധിക്കാൻ പാടില്ല, ബിംബങ്ങളെ ആരാധിക്കാൻ പാടില്ല.
ഈ മഹാത്മാക്കളെ മരിച്ചുപോയവരെ എങ്ങനെ പറയാ? അള്ളാഹ് ഖുർആനിൽ പറയണത് മരിച്ചവരാണ്. അള്ളാഹ് പറയണ വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ അവർ ദുആ ചെയ്യുന്നവര്, ലാ യഖ്ലുഖൂന ശൈആ, അവർ ഈ ദുനിയാവിൽ ഒന്നിനെയും പടച്ചിട്ടില്ല. വഹും യുഖ്ലഖൂൻ, അവരെ അല്ലാഹു പടച്ചതാകുന്നു. അംവാത്തുൻ, മരണപ്പെട്ടു പോയവരാണ്. മുസ്ലിം ഉമ്മത്തെ, മുസ്ലിം സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ കേൾക്കണം. അല്ലാഹ് പറയാണ് അംവാത്തുൻ, മരണപ്പെട്ടു പോയവരാണ്. വഹിയായും, ജീവൻ ഇല്ലാത്തവരാണ്. വമാ യശ്കുറൂന അയ്യാന യുബഅസൂൻ, എപ്പോഴാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക, മഹ്ശറയിലേക്ക് എപ്പോഴാണ് അവരെ കൊണ്ടുവരിക എന്നതുപോലും അറിയാത്തവരാണ് അവര്. അവരോടാണോ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? മരണപ്പെട്ടവരാണ്, മരിച്ചോരാണ്. വിഗ്രഹം കല്ലും ബിംബമല്ല, അത് ആരാധിക്കാൻ പാടുള്ളത് എല്ലാവർക്കും അറിയാം. മരണപ്പെട്ടവരാണ്, ജീവനില്ലാത്തവരാണ്. അവരോടാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? അവർ നിങ്ങൾക്കൊന്ന് ഉത്തരം ചെയ്യട്ടെ. അല്ലാഹ് പറയാ ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ദുആ ചെയ്യുന്നവര്, ഇബാദുൻ അംസാലുക്കും, നിങ്ങളെ പോലെയുള്ള അടിമകളാണ്. ജനിച്ചു വളർന്ന് മരിച്ചു പോയവരാണ്, അടിമകളാണ് നിങ്ങളെ പോലെ. ഫദഊഹും വയസ്തജീബൂ ലക്കും ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യമാണെങ്കിൽ നിങ്ങൾ അവരോടൊന്ന് വിളിച്ചു പ്രാർത്ഥിച്ചു നോക്കൂ, മരണപ്പെട്ടവരോട്. അവര് നിങ്ങൾക്കൊന്ന് ഉത്തരം ചെയ്യട്ടെ. അല്ലാഹ് പറയാണ് അവര് നിങ്ങൾക്കൊന്ന് ഉത്തരം ചെയ്യട്ടെ എന്ന് അല്ലാഹ് പറയാണ്. നിങ്ങളെ പോലെയുള്ള അടിമകളാണ് അവര്. എന്നിട്ട് അല്ലാഹ് ഒന്നുകൂടി വിശദീകരിക്കുക ഖുർആനില്, ഇന്നക ലാ തുസ്മിഉൽ മൗതാ, മരണപ്പെട്ടവരെ നിനക്ക് കേൾപ്പിക്കാൻ സാധിക്കുകയില്ല നബിയേ. അല്ലാഹ് ഖുർആനിൽ പറയാണ് വമാ അൻത മുസ്മിഇമ്മൻ ഫിൽ ഖുബൂർ, ഖബറുകളിലുള്ളവരെ നിനക്ക് കേൾപ്പിക്കാൻ സാധ്യമല്ല റസൂലേ. ഖുർആനാണ് ഈ പറയുന്നത്. എന്റെ മുസ്ലിം സഹോദരങ്ങളെ, ഈ ആയത്ത് ഖുർആനിൽ എത്രയോ കാലങ്ങളായി റമദാനിൽ നമ്മൾ ഓതുന്നില്ലേ? എന്തേ ഈ ആയത്തിന്റെ അർത്ഥം നമ്മൾ കേൾക്കാതെ പോയത്? സദഖനെ കുറിച്ചുള്ള ആയത്ത് നമ്മൾക്ക് പറഞ്ഞു തരുന്നു, ഹജ്ജിനെ കുറിച്ചുള്ള ആയത്ത് പറഞ്ഞു തരുന്നു, നിസ്കരിക്കണേ മുസ്ലിം ഉമ്മത്തെ എന്നുള്ള ആയത്ത് പറഞ്ഞു തരുന്നു. ഈ ആയത്തുകൾ നൂറക്കണക്കിന് ഈ ആയത്തുകൾ എന്തേ നമ്മൾക്ക് പറഞ്ഞു തരാതിരുന്നത്? എന്തേ ഈ ഉമ്മത്ത് കേൾക്കാതെ പോയത്? എന്തേ ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞു തരാതെ പോയത്? ഈ പറഞ്ഞ ആയത്തൊക്കെ ഖുർആനിലുള്ളതല്ലേ? കേൾക്കൂല, ഉത്തരം ചെയ്യൂല. മഹ്ശറയിൽ ഇവരെ നമ്മൾ കണ്ടുമുട്ടും. കേൾക്കണം നിങ്ങൾക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാ, പ്രവാചക തിരുമേനി പറഞ്ഞതാ. ശരിക്ക് കേട്ടോളൂ, നിങ്ങളുടെ ഉറക്കം കെട്ടുപോകും. റസൂലുള്ള പറയാ, ആയിഷ ബീവി, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുക, റസൂലുള്ളാഹ് ഹൽ തദ്കുറൂന അഹ്ലീകും യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മഹ്ശറയിൽ ആളുകൾ ഇങ്ങനെ കത്തിക്കാളി നിൽക്കുന്ന സമയമുണ്ടല്ലോ, ഞങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് വല്ല ഓർമ്മയുണ്ടാവുമോ? ഭാര്യമാര് ചോദിക്കുക, ആയിഷ ബീവി, നമ്മുടെ ഉമ്മമാര് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുക, ഓർമ്മ ഉണ്ടാവുമോ? അവർ റസൂലുള്ള പറഞ്ഞ മറുപടി കേട്ടോളി, മുസ്ലിം ഉമ്മത്ത് കേട്ടോളി. റസൂലുള്ള പറയുന്ന മറുപടി സമൂഹമേ, സഹോദരങ്ങളെ കേട്ടുകൊള്ളുക. റസൂലുള്ള പറഞ്ഞെന്താ അറിയോ? 3 സമയങ്ങളിൽ ഞാൻ എന്നെ കുറിച്ചല്ലാതെ വേറെ ആരെ കുറിച്ചും ഓർക്കുകയില്ല ആയിഷ. 3 സമയങ്ങളിൽ ഞാൻ എന്നെ കുറിച്ച് മാത്രമേ ആലോചിക്കൂ. ആ 3 സമയങ്ങൾ ഏതാ? നന്മ തിന്മകൾ തൂക്കുന്ന സമയം. ആ നന്മ തിന്മകൾ തൂക്കുന്ന സമയം ഞാൻ അല്ലാഹുവിനോട് പറയും, റബ്ബേ, എന്റെ നന്മയുടെ ത്രാസ് കനം തൂങ്ങണേ. ആരായി പറയുന്നത്? റസൂലുള്ളാഹിയാണ്. ജീവിതത്തിൽ ഒരു പാപത്തെ കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യാത്ത റസൂലുള്ള, ജീവിതത്തിൽ ഒരു തെറ്റ് പോലും ചെയ്യാത്ത റസൂലുള്ള, ആ റസൂലുള്ളാഹിയാണ് പറയുന്നത്, ഇതാ എന്റെ നന്മയുടെ ത്രാസ് കനം തൂങ്ങണേ എന്നല്ലാതെ ഞാൻ ഒന്നും ആ സമയത്ത് ആലോചിക്കൂല. പഠിച്ചവരോട് പറഞ്ഞുകൊണ്ടേ നിൽക്കും ഞാൻ. മഹ്ശറയാണ്. അങ്ങനെ നന്മയുടെ എന്നെ അള്ളാഹു വിചാരണ ചെയ്യാം. എന്റെ ഉമ്മത്തികളായി നിങ്ങൾ ഇത് കാണുകയാണ്. ഓരോ നബിമാരെ കൊണ്ടുവരുമ്പോഴും ആ ജനതയെ അള്ളാഹു കൊണ്ടുവരും. ആ ജനതയെ വിചാരണ ചെയ്യുമ്പോൾ നബി ഉണ്ടാകും, അവരുടെ നബി. ആ ജനങ്ങളെ വിചാരണ ചെയ്യുമ്പോൾ നബി ഉണ്ടാവും. ആ നബിയെ വിചാരണ ചെയ്യുന്നത് ജനങ്ങൾ കാണും. നമ്മളെ ജനങ്ങള് നമ്മള് റസൂലുള്ളാഹിന്റെ അടുത്തുണ്ടാവും. അപ്പൊ റസൂലുള്ള പറയാ, എന്റെ നന്മയുടെ ത്രാസ് കരം തൂങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സമാധാനം. അടുത്തതാണ്, അതേതാ? فأما من أوتي كتابه بيمينه فيقول هاؤم اقرءوا كتابيا إني ظننت أني ملاق حسابيا
ഫഹുവ ഫീ ഐശത്തിൻ റാദിയ ഫീ ജന്നത്തിൻ ആലിയ. പടച്ചവനെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അല്ലാഹ് പറയാണ് വലത് കയ്യിൽ രേഖ കിട്ടിയ ആളുകൾ, വലത് കയ്യിൽ രേഖ കിട്ടിയ ആളുകൾ അവര് പറയും ഹൗ മുഖറഉ കിതാബിയ, നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കൂ, ഇങ്ങോട്ടൊന്ന് വന്നു നോക്കൂ, എന്റെ വലത് കയ്യിൽ കിട്ടിയ രേഖയാണിത്. അയാൾ സന്തോഷം ആ മഹ്ശറ എന്ന ചുട്ട പിടിച്ചു നിൽക്കുന്ന സമയത്ത് പോലും ആഹ്ലാദത്തിൽ തുള്ളിച്ചാടുന്നു. ആദ്യത്തെ ആൾ അല്ലാഹുവിന്റെ റസൂലാണ്. റസൂലുള്ളാഹിന്റെ വലത് കയ്യിൽ ഈ രേഖ കിട്ടുന്നത് വരെ റസൂലുള്ള എന്താ പറയണത്? റബ്ബി റബ്ബി റബ്ബി, പടച്ചവനെ എന്റെ കാര്യം. അത് കയ്യിൽ കിട്ടുമ്പോഴാണ് റസൂലുള്ള പറയാ പിന്നെ ഞാൻ നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കൂട്ടോ. മൂന്നാമത്തെ സമയം ഫന്താസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, കുറ്റവാളികളെ ഇങ്ങോട്ട് മാറി നിൽക്കൂ. നരകത്തിലുള്ളവരെയും സ്വർഗത്തിലുള്ളവരെയും വേർതിരിക്കപ്പെടുന്ന സമയത്ത് റസൂലുള്ള പറയാണ് എന്നെ സ്വർഗത്തിന്റെ അഹരികാരിൽ ഉൾപ്പെടുത്തണേ എന്ന് മാത്രമാണ് ഞാൻ ആലോചിക്കുക. ഒരു തെറ്റും ചെയ്യാത്ത റസൂലുള്ള ഈ മൂന്ന് സമയത്ത് ഇനി റസൂലുള്ള പറഞ്ഞ വാക്കുകൾ കേട്ടോളി. മുസ്ലിങ്ങളെ നമ്മൾ ശരിക്കും ചെവി തുറന്ന് കേട്ടോളൂ, മനസ്സ് തുറന്ന് കേട്ടോളൂ. എന്താണ് നമ്മുടെ അവസ്ഥ? റസൂലുള്ളാഹിന്റെ കഴിഞ്ഞു. അപ്പൊ റസൂലുള്ള പറയാ അന്ന് നിങ്ങൾ ഓരോരുത്തരെയും വിചാരണ ചെയ്യുന്ന സമയത്ത് ഞാനുണ്ടല്ലോ ഈ മൂന്ന് സ്ഥലത്തും, ഞാനാണല്ലോ നിങ്ങളുടെ നബി. അപ്പൊ നിങ്ങൾ വിചാരണ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്റെ മുമ്പിൽ കിടന്നു പറയും, കരഞ്ഞു പറയും അഗ്തിനി യാ റസൂലല്ലാഹ്, അഗ്തിനി യാ നബിയല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങളെ സഹായിക്കണേ, റസൂലേ ഞങ്ങളെ സഹായിക്കണേ. മഹ്ശറിൽ നിന്നെ സഹായിക്കണേ നിങ്ങൾ ഓരോരുത്തരും പറയും. കാരണം ഒരുപാട് പാപങ്ങളുടെ ചുവടുമായിട്ടാണ് നിങ്ങൾ വന്നത്. ഇത് റസൂലുള്ള ഇവിടുന്ന് പറഞ്ഞു പോയതാട്ടോ. ഇവിടെ റസൂലുള്ള പറയാ അന്ന് നിങ്ങൾ ഓരോരുത്തരും എന്റെ മുമ്പിൽ കിടന്ന് കരഞ്ഞു പറയും എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ, റസൂലുള്ള എന്നെ സഹായിക്കണേ എന്ന് പറയും. റസൂലുള്ള എന്താ പറയാ? ഞാൻ അവിടെ നിങ്ങളുടെ കാര്യമൊക്കെ ഞാൻ നോക്കും, ഒരു ബേജാറും നിങ്ങൾക്ക് വേണ്ട എന്നാണോ പറയാ? അതോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയാ? റസൂലുള്ള എന്താ പറയോ? റസൂലുള്ള എന്താ പറയോ? ഹൽ ഉനബ്ബിഉക്കും, ഞാൻ നിങ്ങളെ ഉണർത്തിയില്ലായിരുന്നുവോ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നുവോ ദുനിയാവില് ഇങ്ങനെ ഒരു സമയം വരും, ആ സമയത്ത് നിങ്ങൾ എന്നോട് കരഞ്ഞു പറയും എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ എന്ന് എന്നോട് പറയും. അന്ന് ഞാൻ നിങ്ങളോട് മഹ്ശറയിൽ വെച്ച് പറയുന്ന മറുപടി ലാ ഉഗ്നി അൻകും മിനല്ലാഹി ശൈആ, പരലോകത്ത് അല്ലാഹുവിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു തരാൻ, നിങ്ങളെ രക്ഷപ്പെടുത്താൻ, നിങ്ങളെ സഹായിക്കാൻ എനിക്ക് സാധ്യമല്ല എന്ന് ഞാൻ ദുനിയാവിൽ വെച്ച് നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നുവോ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയും. എന്താ പറഞ്ഞത്? ദുനിയാവിൽ വെച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞതാ, മഹ്ശറയിൽ ഞാൻ ഉണ്ടാവും പറഞ്ഞു വരണ്ട. എന്നെ പീഡിച്ചവരേതും പേടിക്കണ്ട, എന്നെ പീഡിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ ആര് പറഞ്ഞു? മൊയ്‌ദീൻ ശൈഖ് പറഞ്ഞു എന്നാ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ പറയണെന്ത്? അല്ലാഹുവിന്റെ റസൂൽ പറയണെന്ത്? പരലോകത്ത് എന്നെ കണ്ടു വരണ്ടാൻ, ലാ ഉഗ്നി അൻകും മിനല്ലാഹി ശൈആ, ഒരു ഉപകാരവും എനിക്ക് നിങ്ങൾക്ക് ചെയ്തു തരാൻ സാധിക്കൂല. ഫാത്തിമാനെ വിളിച്ചു റസൂലുള്ളാഹിന്റെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ. എന്നിട്ട് റസൂലുള്ള പറഞ്ഞെന്താ? യാ ഫാത്തിമ ബിൻത് മുഹമ്മദ് സലിനി മിമാരി മാ ശിഅതി, പൊന്നുമോളെ ഫാത്തിമ, ഈ ദുനിയാവിൽ വെച്ച് നിനക്ക് ആവശ്യമുള്ളത് ചോദിക്ക്, പാപ്പാക്ക് ചെയ്തു തരാൻ പറ്റുന്നത് ചെയ്തു തരാം, ബാക്കി കേൾക്കണം. ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈആ, നാളെ പരലോകത്ത് വെച്ച് നിനക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു തരാൻ എനിക്ക് സാധ്യമല്ല മോളെ. കേട്ടകള് ആ റസൂലുള്ളാഹിനോടാണ് എന്ത് ചെയ്യുന്നറിയോ? തങ്ങളെ എന്നെ സഹായിക്കണേ, തങ്ങളെ ഞങ്ങളെ സഹായിക്കണേ, തങ്ങളെ ഞങ്ങൾക്ക് കുട്ടികളെ നൽകണേ, തങ്ങളെ ഞങ്ങളുടെ ദുരിതം മാറ്റണേ. ഒരു കാര്യങ്ങൾ ആലോചിച്ചോ സഹോദരങ്ങളെ? റസൂലുള്ള പറയാ നിങ്ങൾക്കൊരു ഉപകാരം ചെയ്തു തരാൻ സാധിക്കൂല. എന്നിട്ട് നമ്മൾ പറയുന്നത് എന്താ? മൊയ്‌ദീൻ ശൈഖ് നാളെ നമ്മളെ നരകത്തിൽ നിന്ന് റസൂലുള്ളാഹിനെ പറ്റി പറയുന്നുണ്ടത്. മുൻജിൽ ഖലാഇഖി മിൻ ജഹന്നമ ഫീ ഗദി, നാളെ നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്ന റസൂലുള്ളാഹ്. റസൂലുള്ളാഹ് എന്താ പറഞ്ഞത്? പടച്ചോനെ എന്നെ കാക്കണേ.
ആളുകളോട് എന്തേ പറഞ്ഞു? നിങ്ങൾ നിങ്ങളുടെ തടികളെ നരകത്തിൽ നിന്ന് മോളെ ഫാത്തിമ, നരകത്തിൽ നിന്ന് നീ നിന്റെ തടി കാത്തുകൊള്ളണേ. പരലോകത്ത് വെച്ച് നിനക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ എനിക്ക് സാധ്യമല്ല മോളെ. അവിടെ തീരല്ല. പറയണത് എന്താ അറിയോ? മഹശറയിൽ വെച്ച് നബിമാരടക്കമുള്ള ആളുകളെ നമ്മൾ കണ്ടുമുട്ടുന്നു. ഒരു കാര്യം കൂടി നിങ്ങളൊക്കെ മനസ്സിലാക്കിച്ചോളി. റസൂലുള്ളാഹിക്ക് ഒരേ സമയം 9 ഭാര്യമാരുണ്ടായിരുന്നു. നമ്മുടെ ഉമ്മമാര് 11 വിവാഹം നടന്നു. 9 ഭാര്യമാര് ഒരേ സമയത്തുണ്ടായിരുന്നു. എത്ര ഭാര്യമാർക്ക് കുട്ടികളെ കൊടുക്കാൻ റസൂലുള്ളാഹിക്ക് കഴിഞ്ഞു? നിങ്ങൾ പറയും. നമ്മുടെ ചെറുപ്പം മുതൽ വയല് വെക്കുന്ന മനുഷ്യന്മാരല്ലേ? ഖദീജ ബീവിക്ക് ആ കുട്ടികൾ മുഴുവൻ ഉണ്ടായിരുന്നു. മാരിയത്തിന് ഇബ്രാഹിം എന്ന കുട്ടി ഉണ്ടായി. ബാക്കി ഭാര്യമാർക്ക് ആയിഷ ബീവിക്ക്, ഹഫ്സക്ക്, സൈനബുമാർക്ക്, ഹിന്ദിന്, ഇവർക്കാർക്കും കുട്ടികൾ ഉണ്ടായില്ല. അവർക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു റസൂലുള്ളാഹിന്റെ രക്തത്തിൽ നിന്നൊരു കുഞ്ഞുണ്ടാകാൻ, നബിന്റെ ഒരു കുട്ടിനെ കിട്ടാൻ. ആർക്കും കുട്ടി ഉണ്ടായില്ല. കൊടുക്കാൻ കഴിഞ്ഞ റസൂലുള്ളാഹിക്ക്. ഇവിടുന്ന് മുസ്ലിങ്ങൾ എന്ത് ചെയ്യാണ്? തങ്ങളെ മദീനയിൽ വരാൻ സാധിക്കാത്തത് കൊണ്ടാണ് തങ്ങളെ എന്റെ മകൾക്ക് കുഞ്ഞിനെ കിട്ടിയിട്ടില്ല, തങ്ങളെ ഒരു കുട്ടിനെ കൊടുക്കണം. റസൂലുള്ളാഹിക്ക് കുട്ടിനെ കൊടുക്കാൻ കഴിഞ്ഞില്ല ഭാര്യമാർക്ക്, നബിന്റെ സ്വന്തം ഭാര്യമാർക്ക്. പുറമെ ഒന്നുകൂടി ആലോചിച്ച് നോക്കൂ. റസൂലുള്ളാഹി ഈ ദുനിയാവിന്ന് വഫാത്താവുമ്പോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിന്ന് വഫാത്താവുമ്പോ ഒരൊറ്റ കുട്ടിയാണ് ജീവിച്ചിരിക്കുന്നത്. ഒറ്റ കുട്ടി, ബാക്കിയൊക്കെ വഫാത്തായി. റസൂലുള്ളാഹി വഫാത്താകുന്നതിന് മുമ്പ് റസൂലുള്ളാഹിന്റെ മക്കൾ മുഴുവൻ വഫാത്തായി, ഫാത്തിമ ബീവി ഒഴിച്ച്. ബാക്കിയൊക്കെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു. ആ മടി കടന്നിട്ടാ മരിച്ചവരെടുത്തര്. ആലോചിച്ചോക്കും. ഇവിടെ നമ്മളെന്ത് ചെയ്യാറിയോ? മുസ്ലിങ്ങൾ അറിയാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം. മുസ്ലിങ്ങൾ എന്ത് ചെയ്യാണ്? റസൂലുള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു, മുഹദ്ദിസീനോട് പ്രാർത്ഥിക്കുന്നു. അള്ളാഹ് പറഞ്ഞത് എന്താ? ഉത്തരം ചെയ്യൂല. മഹ്ശറയിൽ വെച്ച് അവരെ നിങ്ങൾ കണ്ടുമുട്ടും, അവര് നിങ്ങളെ തള്ളിപ്പറയും. അള്ളാഹ് ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞെന്തറിയും? പിന്നെ പറഞ്ഞത് നിങ്ങൾ അവരോട് ദുആ ചെയ്തു നോക്കൂ. ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. വലൗ സമിഉ, കേട്ടു എന്ന് വിചാരിച്ചോളൂ. മസ്തജാബു ലക്കും, ഉത്തരം ചെയ്യുകയില്ല. വയൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവർ നിഷേധിക്കും. നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവർ നിഷേധിക്കും. വലാ യുനബ്ബിഉക മിത്ലു ഖബീർ, പരലോകത്ത് മഹ്ശറയിൽ നടക്കുന്ന ഈ കാര്യങ്ങൾ അല്ലാഹു അല്ലാതെ ആരും നിങ്ങളെ അറിയിച്ചു തരുന്നവരില്ല. അള്ളാന്റെ ഖുർആനാ പറഞ്ഞത്. എന്താ പറഞ്ഞത്? അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്. അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്. അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്തുകൾ ചെയ്യുന്നത് ശിർക്കാണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാ. അല്ലാഹു പറഞ്ഞ ആയത്താണിത്. 100 ആയത്തുകളിലായി വിഷയങ്ങൾ പറയുന്നത്, 1 2 അല്ല. അപ്പോ വിളിച്ചാ ഉത്തരം കിട്ടുമോ? ഇല്ല. കേൾക്കുവോ? ഇല്ല. വിളിക്കാൻ പാടുണ്ടോ? ഇല്ല. എന്താ കാരണം? 7 വൻ പാപങ്ങൾ എല്ലാ മദ്രസയിലും പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ. സുന്നി മുജാഹിദ് വ്യത്യാസമല്ലാതെ എല്ലാ മദ്രസകളും പഠിപ്പിക്കുന്നുണ്ട്. 7 വൻപാപങ്ങൾ, 9 വൻപാപങ്ങൾ, 11 വൻപാപങ്ങൾ ഒക്കെ ഹദീസുണ്ട്. എല്ലാത്തിന്റെ ഒന്നാമത്തെ പാപം ഏതറിയോ? അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കൽ. ഷിർക്കു ചെയ്യൽ, അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം, അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ചയും വഴിപാടും ചെയ്യാം. അവര് ഗൈബിയായ മറഞ്ഞ കാര്യം അവരറിയുന്നു വിശ്വസിക്കുക. ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്, അല്ലാഹ് പറയാ അല്ലാതെ ആകാശങ്ങളും ഭൂമിയിലും അദൃശ്യങ്ങൾ ഭാവി കാര്യങ്ങൾ അറിയുന്നവരില്ല എന്ന് അല്ലാഹ് പറയാം. നമ്മൾ പറയാ ഓൾക്കൊക്കെ അറിയുന്നു പറയാം. ഇത് കുറ്റപ്പെടുത്തല്ല. നമ്മുടെ സമൂഹം ഇത് കേൾക്കാതെ പോയത് എന്തുകൊണ്ടാണെന്ന് ഈ ആയത്തുകൾ എന്തേ ഈ സമൂഹം കേൾക്കാതെ പോയത്? ഈ ആയത്തുകൾ ഇത് ചെയ്താൽ അതിന്റെ ഗൗരവം എന്താ അറിയും? അത് നമ്മൾ ആലോചിക്കണം. നിങ്ങൾ ഒരൊറ്റ കാര്യം ആലോചിച്ച് നോക്കി. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് വായിച്ചു നോക്കി. എത്ര തവണ വായിച്ചത് ഈ കാലം? പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാര് ഈ കഴിഞ്ഞ റമദാനിൽ എത്ര പ്രാവശ്യം ഹത്തം തീർത്തിട്ടുണ്ടാവും? അത്ര പ്രതിഫലം ഉണ്ടാവും. ഓരോ ഹരഫിനും കൂലിയാന്നാണ് റസൂൽ പറഞ്ഞത്. അപ്പൊ ഓത്ത് മത്സരാണ് മുസ്ലിങ്ങൾ, അത്രമാത്രം ഓതി തീർക്കും. ആ ഓതുന്ന ആയത്തുകളിൽ അള്ളാഹ് നമ്മളോട് സംസാരിക്കുന്നതാണ് ഈ പറയുന്നതൊക്കെ. അതിന്റെ അർത്ഥം അറിയാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെ ഓതിപ്പോവുക. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഓരോ സൂറത്തിന്റെ പേര് നോക്കി.
ആ സൂറത്തിന്റെ പേര് ഒരു സംഭവ, ഒരു ചരിത്രമാണ്, ഒരു കാര്യമാണ്. ആ 114 പേര് പഠിച്ചു വെച്ചാൽ മതി. അതിന്റെ പിന്നിലുള്ള ചരിത്രവും അതിന്റെ ആശയവും ഖുർആൻ ഏകദേശം പഠിച്ച മാതിരിയാവും. അല്ലാഹ് ഖുർആനിൽ പറയാ, ആ ആദ്യത്തെ സൂറത്തുൽ ഫാത്തിഹ മുതൽ അവസാനത്തെ സൂറത്തുൽ നാസ് വരെ ഓതിവരി. മുജാഹിദുകൾ സഹോദരങ്ങളെ, ഇതൊരു വെല്ലുവിളിയാണ്. ആരും പേടിപ്പിക്കാനോ ഞങ്ങൾ അതിനൊന്നുമല്ല. ഞങ്ങൾ പറയുന്നത് 100% സത്യമാണ് എന്ന് വിളിച്ചു പറയാ. ഇത് വട്ടത്തിൽ ഇങ്ങനെ കുറുകുറു പറയല്ല. മൈക്ക വെച്ച് കെട്ടി മുസ്ലിം ഉമ്മത്തിനെ കേൾപ്പിക്കാണ് ഞങ്ങള്. എത്ര കുതിരശക്തിയിലാ പറയല്, അത്ര കുതിരശക്തിയിലാണ് പറയണത്. പറഞ്ഞു വലുതാകാനല്ല, പേടിപ്പിക്കാനല്ല, വമ്പത്തരം കാണിക്കാനും ദുരഭിമാനം കാണിക്കാനും അല്ല. 100% ശരിയായ ഒരു കാര്യമാണ് പറയണത്. ഈ ഖുർആനിൽ 6000 ചില്ലുവാനം ആയത്തുകളുണ്ട്. 6000 ചില്ലുവാനം ആയത്തുകൾ. ആ ഖുർആനിൽ നിന്ന് ഒരായത്ത് അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, ഇബ്രാഹിം നബിയോട് പ്രാർത്ഥിക്കുന്നത്, ഇസ്മായിൽ നബിയോട് പ്രാർത്ഥിക്കുന്നത്, ആദം നബിയോട് പ്രാർത്ഥിക്കുന്നത്, അമ്പിയാക്കന്മാരോട് മുഴുവനും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, അല്ലാഹുവല്ലാത്തവരോടുള്ള ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ ഒരായത്ത് ദുനിയാവിൽ ഈ ലോകം അവസാനിക്കുന്നതിന് മുമ്പ് കാണിച്ചു തന്ന മുജാഹിദ് പ്രസ്ഥാനം ഈ ദുനിയാവിൽ ഇല്ലാതെയാവും. കാരണം അതാണ് എളുപ്പം. മക്കളുണ്ടാകാൻ വേണ്ടി 2 നബിമാര് അള്ളാഹിനോട് പറഞ്ഞു. സക്കരിയ നബി, ഇബ്രാഹിം നബി. റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ. ഇബ്രാഹിം നബിന്റെ ചരിത്രം പറയുന്ന സമയമാണിപ്പോ. പടച്ചോനെ എനിക്കൊരു കുഞ്ഞിനെ നൽകണേ. രോഗം വന്നപ്പോ അയ്യൂബ് നബി, എന്താണ് ആ മനുഷ്യൻ, ആ പ്രവാചകൻ അനുഭവിച്ച വേദന, ശരീരം നുറുങ്ങുന്ന വേദന. മക്കള് അദ്ദേഹത്തിന്റെ മുമ്പിൽ കിടന്ന് മരണപ്പെട്ടു പോവുക, മക്കള് പരിചരിക്കേണ്ട മക്കള്. ഇത് അള്ളാഹ് നിങ്ങളോട് കോപിച്ചതാണെന്ന ഭാര്യ പണങ്ങിപ്പോയിന. ആ സമയത്ത് അയ്യൂബ് നബി ആരോടാ പറയേണ്ടത്? സഹോദരന്മാരെ, മുസ്ലിം ഉമ്മത്തെ, ലക്ഷക്കണക്കിന് 10,000 അമ്പിയാക്കന്മാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അയ്യൂബ് നബി, നബിമാരെ എന്റെ രോഗം ശിഫയാക്കണേ, നബിമാരെ എനിക്ക് ശിഫ നൽകണേ, നബിമാരെ എന്റെ മക്കൾ ഇതാ മരിച്ചു പോകുന്നു, അവരെ നിങ്ങൾ സംരക്ഷിക്കണേ എന്ന് ഒരു നബിനോടല്ല. നബിമാരെ, ആദമേ, നൂഹേ, പ്രവാചകന്മാരെ, അമ്പിയാക്കന്മാരെ, മുർസലീങ്ങളെ, എന്നെ സഹായിക്കണേ എന്നൊരു വാക്ക് ഏതെങ്കിലും ഒരു നബി പറഞ്ഞിരുന്നെങ്കിൽ മുജാഹിദുകൾക്ക് ഇത് പറയേണ്ടി വരുമായിരുന്നില്ല. കുട്ടികളില്ലാതായ നബിമാര്, കുട്ടികളെ കാണാതെ പോയ യാക്കൂബ് നബി, ആദ്യം യൂസഫിനെ നഷ്ടപ്പെട്ടു, പിന്നെ ബിന്യാമീനും കാണപ്പെട്ടു, നഷ്ടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞ വാക്കെന്താ? ഇന്നമാ അശ്കൂ ബസ്തി വഹുസ്നി ഇലല്ലാഹ്. എന്റെ സങ്കടവും വ്യസനവും ഞാൻ അള്ളാഹുവിനോടാണ് പറയുന്നത്. ആ യാക്കൂബ് നബി ആദമിനോട് പറഞ്ഞു, നമ്മുടെ വല്യാപ്പയാണ് ആദം നബി, ആദമേ എന്നെ സഹായിക്കണേ. ഒരു വലിയനേക്കാൾ എത്ര വലിയ ആളാ നബി. ഒരു നബിനോട് പറയണ്ട, നബിമാരേ എന്ന് പറഞ്ഞൂടെ, ബദരീങ്ങളെ എന്ന് വിളിച്ചായി, നബിമാരേ എന്ന് പറഞ്ഞൂടെ. എന്തേ വിളിക്കാതെ പോയത്? ആലോചിച്ച് നോക്കണം. എന്തേ വിളിക്കാതെ പോയത്? എന്താണ് വിളിക്കാതെ പോയത്? നബിമാരോടാണ് പറഞ്ഞത്. നബിമാരോടാ പറയേണ്ടത്. ആ നബിമാരാ ലോകത്തിലെ ഏറ്റവും അശ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠന്മാരായ മനുഷ്യന്മാര്. ആ നബിമാരോട് പ്രാർത്ഥിച്ചോ? നമ്മൾ പറയണെന്താ അറിയോ? ഈ ഖുർആനിൽ അല്ലാഹുവല്ലാത്ത ഏതെങ്കിലും ഒരു മഹാത്മാവിനോട്, ബീവിമാരോട് പ്രാർത്ഥിച്ചത്, ഔലിയാക്കന്മാരോട് പ്രാർത്ഥിച്ചത് ഈ ഖുർആനിലുണ്ടോ? സൂറത്തുൽ ഫാത്തിഹയിൽ എന്താ പറയുന്നത്? കൈ കെട്ടി നിന്ന് മാലികി യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന നാളിന്റെ നാഥാ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. നോക്കിങ്ങൾ അല്ലാഹുവോടാ പറയണേ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. എന്നിട്ട് ഓതി വന്ന് എന്ന് ഓതുന്നുണ്ടല്ലോ നിസ്കാരത്തിന് ശേഷം. ജനങ്ങളുടെ റബ്ബേ, ഞാൻ നിന്നോട് ശരണം തേടുന്നു. മലിക്കിന്നാസ്, ജനങ്ങളുടെ രാജാവേ, ഞാൻ നിന്നോട് ശരണം തേടുന്നു. ഇലാഹിന്നാസ്, ജനങ്ങളുടെ ആരാധ്യനായവനെ, ഞാൻ നിന്നോട് ശരണം തേടുന്നു.
മിൻ ശർറിൽ വസ്വാസിൽ ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വന്നാസ്. ശൈത്താന്മാരുണ്ടാക്കുന്ന ഫസാദിൽ നിന്ന്, മനുഷ്യന്മാരുടെ കൂട്ടത്തിലും ജിന്നുകളുടെ കൂട്ടത്തിലുള്ള ശൈത്താന്മാരുടെ ഫസാദിൽ നിന്ന്, വസ്വാസിൽ നിന്ന് റബ്ബേ ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. അള്ളാഹിനോടുള്ള പ്രാർത്ഥന. ഖുർആനിലെ അല്ലാഹുമ്മ എന്ന് കാണാം, റബ്ബി എന്ന് കാണാം, റബ്ബന എന്ന് കാണാം, ഇതിനാദാ റബ്ബഹു എന്ന് കാണാം. അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു നബിയോട്, ഏതെങ്കിലും ഒരു ബീവിയോട്, ഏതെങ്കിലും ഒരു തങ്ങളോട്, അള്ളാഹുവിന്റെ റസൂലിനോട് ഒരു പ്രാർത്ഥന ഖുർആനിൽ കാണിച്ചു തന്നാൽ മുജാഹിദ് പ്രസ്ഥാനമില്ലാതെയായല്ലോ. വെല്ലുവിളിക്കുന്നത് എന്തിനറിയോ? പേടിപ്പിക്കാനും ഒന്നുമല്ല. അത്ര 100% ഞങ്ങൾ പറയുന്നത്. ഒരു പ്രാർത്ഥന അതല്ലാത്തവരെ. 2, നമ്മുടെ മദ്രസയിലൊക്കെ പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്. സുന്നി മുജാഹിദ് വ്യത്യാസമല്ലാതെ എല്ലാ മദ്രസയിലും പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനകളിൽ എല്ലാരും മദ്രസയിലെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു പ്രാർത്ഥന അതല്ലാത്തവരോടുണ്ടോ? നിങ്ങൾ മദ്രസയിലെ പുസ്തകം വായിച്ചു നോക്കി. എല്ലാ പ്രാർത്ഥനയും അള്ളാഹിനോടാണ്. പള്ളിയിൽ കയറുമ്പോ, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ എല്ലാ പ്രാർത്ഥനയും അള്ളാഹിനോടാണ്. രോഗം വരുമ്പോ, രോഗിക്ക് വേണ്ടി മാസപ്പിറവി കാണുമ്പോ, വീട്ടിലേക്ക് കയറുമ്പോ, ഇറങ്ങുമ്പോ, മലമൂത്ര വിസർജിച്ചാലും ഒക്കെ, വസ്ത്രം ധരിക്കുമ്പോ ഒക്കെ അള്ളാഹിനോടാണ്. ഒറ്റ പ്രാർത്ഥന അതല്ലാത്തവരോട്. എല്ലാ മദ്രസയിലെ കുട്ടികളും പരിശോധിച്ച് നോക്കി. ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇതിന്റെ ഗൗരവം പറഞ്ഞിട്ട്. എന്താ അള്ളാഹില്ലാത്തവരോട് പറഞ്ഞാൽ, എന്താ അള്ളാഹില്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ, എന്താ അള്ളാഹില്ലാത്തവർക്ക് നേർച്ചയും വഴിപാടും ചെയ്താൽ, എന്താ ചെയ്താൽ അതിന്റെ ഗൗരവം അള്ള പറയാം. അതിന്റെ ഗൗരവം അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് പറയുന്നത്. ഞങ്ങളല്ലാതെ ഇത് ആരും പറഞ്ഞേരല്ല. മുജാഹിദുകളല്ലാതെ ഇങ്ങനൊരു വയലു ദുനിയാവിൽ ആർക്കും പറഞ്ഞു കൊടുക്കണില്ല. കേരളത്തിൽ ആരോടും ഇത് പറയണില്ല. അത് ഞങ്ങളാ പറയണത്. ഈ ഇരിക്കണ ഒരുപാട് സഹോദരങ്ങള് ഈ വയല് കേട്ടിട്ട്, ഇതുപോലെ വയല് കേട്ടിട്ട് വന്നോല. ഇവിടെ ആരും തെറ്റു വീണതല്ല. ഒക്കെ പോകുന്നതാ ഖുർആൻ വായിച്ചപ്പോ, ഖുർആൻ കേട്ടപ്പോ. എന്താ അതിന്റെ അപകടം എന്നറിയോ? 1, അല്ലല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ, അല്ലല്ലാത്തവർക്ക് നേർച്ചയും വഴിപാടും ചെയ്താൽ, അള്ളാഹു അല്ലാത്തവരെ അദൃശ്യമായ രൂപത്തിൽ ഭയപ്പെട്ടാൽ ശാപം വരും, ദുശകുനം വരും എന്നൊക്കെയുള്ള പേടിണ്ടല്ലോ. അതൊക്കെ ഭയപ്പെട്ടാൽ ഉണ്ടാകുന്ന അപകടം നമ്പർ 1 അല്ല പറയാ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ളല്ല ളലാലൻ ബഈദാ. എല്ലാ പാപങ്ങളും മരണപ്പെട്ടു ചെന്നതിന് ശേഷം, മരണപ്പെട്ടു ചെന്നതിന് ശേഷം അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ചിലത് പുറത്തു കൊടുക്കും. ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോ എല്ലാ പാപവും അള്ള പുറത്തു കൊടുക്കും. എല്ലാം തൗബ ചെയ്താൽ പുറത്തേക്കും എല്ലാം. പക്ഷെ മരണപ്പെട്ട് മഹശറയിലെത്തിയാൽ ചില പാപങ്ങൾ അള്ളാഹു അവൻ ഉദ്ദേശിച്ചവർക്ക് പുറത്തു കൊടുക്കും. അത് അള്ളാഹിന്റെ ഇഷ്ടമാണ്. പാപം ചെയ്തതിന്റെ സാധ്യതയും സാഹചര്യമൊക്കെ അറിയണോന്ന് അള്ളേനെ അത് വെച്ച് പുറത്തു കൊടുക്കും. പക്ഷെ കൊടുക്കാത്തൊരു പാപമുണ്ട്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. ശിർക്ക് ചെയ്യുന്നത് അല്ലാഹു പൊറുക്കൂല. ശിർക്ക് ചെയ്ത് ബദരീങ്ങളെയും അമർത്തങ്ങളെയും മൊയ്തീൻ ശൈഖെ, റസൂലുള്ളാഹി തങ്ങളെ, ഒരുപാട് ആളുകളെ, നബിമാരി, ഔലിയാക്കന്മാരി, ശ്രോതാക്കളൊക്കെ വിളിച്ച് ഒരു തൗബയും ചെയ്യാതെ അതുമായി മരണപ്പെട്ടു ചെന്നാൽ പൊറുക്കാത്ത പാപം ചെയ്തു. മുസ്ലിങ്ങളെ ശരിക്കും കേട്ടോളി, ശരിക്കും കേട്ടോളി. വിളക്ക് കത്തിച്ച് വട്ടത്തിലിരുന്ന് സ്വകാര്യം പറയില്ല. അത്ര കേരളം ഉടനീളം ഇത് പറഞ്ഞിട്ട് 100 കൊല്ലം കഴിഞ്ഞു. 100 കൊല്ലം മുമ്പ് തുടങ്ങിയതാണ്. ഒരു നൂറ്റാണ്ട് കഴിഞ്ഞു. ഉറക്കാത്ത പാപാണത്. ഒഴിവായിപ്പോയി. രണ്ടാമത്തെ അപകടം എന്താ അറിയാം? ഖുർആൻ പറയാണ്, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയെ, എല്ലാ നബിമാരോടും പറഞ്ഞ വഹയ്യ്, ആ സന്ദേശം താങ്കളോടും പറയാണ്. താങ്കൾ എങ്ങാനും ശിർക്ക് ചെയ്തു പോയാൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയോ അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചകളും വഴിപാടുകളും ചെയ്യുകയോ അദൃശ്യമായ രൂപത്തിൽ അള്ളാഹുവിനെ അല്ലാതെ ഭയപ്പെടുകയോ ചെയ്താൽ താങ്കളുടെ പുണ്യകർമ്മങ്ങളെല്ലാം പൊളിഞ്ഞു പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ. എല്ലാം നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ താങ്കൾ ആയിത്തീരും. നിസ്കരിച്ചിട്ട് കാര്യമില്ല, നോമ്പെടുത്തിട്ട് കാര്യമില്ല, സക്കാത്ത് കൊടുത്തിട്ട് കാര്യമില്ല, 80,000 ദിക്റുകളും ദുആകളും ചൊല്ലിയിട്ട് കാര്യമില്ല, 10,000 പ്രാവശ്യം ഖുർആൻ ഖത്തം തീർത്തിട്ട് കാര്യമില്ല, വാരിക്കോരി പടച്ചവന്റെ മാർഗത്തിൽ സദഖ ചെയ്തിട്ട് കാര്യമില്ല. എന്താ കാരണം എന്നറിയോ?
ശിർക്ക് ചെയ്താൽ എല്ലാ പുണ്യകർമ്മങ്ങളും പൊളിഞ്ഞു പോകും എന്ന് നബിനോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാ നബിമാരോടും പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു പറയാണ് വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. ആ നബിമാരെങ്ങാനും ശിർക്ക് ചെയ്തിരുന്നുവെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ പൊളിഞ്ഞു പോകുമായിരുന്നു. രണ്ടാമത്തെ അപകടം. മൂന്നാമത്തെ അപകടം അത് പറഞ്ഞാൽ ഇത് അവസാനിച്ചു. ശരിക്കും മനസ്സ് തുറന്നു കേട്ടൂടി. വാശിയല്ല, വക്കാണല്ല, വിദ്വേഷമല്ല. നേരത്തെ പറഞ്ഞ വരി വിദ്വേഷമല്ല, സ്നേഹം. കണ്ണു കാണാത്ത ഒരാൾ നടന്നു പോകുമ്പോ അയാളെ മുമ്പിൽ ഒരു പൊട്ടക്കിണറുണ്ടാവും, അതിലേക്കാണ് നടന്നു പോകുന്നത്. അയാളെ സ്നേഹമുള്ള ഒരു മനുഷ്യർ ഓടിച്ചെന്ന് അയാളെ പിടിച്ചെന്ന് മാറ്റും. കാരണം അവൻ അറിയില്ല അത് പൊട്ടക്കിണറ്റിക്കാ പോണെന്നുള്ളത്. കണ്ണു കുടിക്കുന്ന ഒരാളോട് നാട്ടുകാരോട് കോൻ കുടിയാനാന്നല്ല പറയണ്ടേ, ഓനോട് ചെന്ന് സംസാരിക്കണം ബോധമുള്ള സമയത്ത്. കാരണം ഓൻ നരകത്ത് പോകരുത്, ഓനോടാ സംസാരിക്കണ്ടേ. ഉമ്മാനെ തല്ലുണ്ടോന്ന് പറഞ്ഞാൽ നാട്ടുകാരോടൊക്കെ ഉമ്മാനെ തല്ലുണ്ടോ പറഞ്ഞേക്കലല്ല, ഓന്റെ അടുത്തേക്ക് ചെല്ലണം. ഓന് ബോധമുള്ള സമയത്ത് ഓനോട് സംസാരിക്കണം. ഓനെ നരകത്തുനിന്ന് കരകയറ്റണമെങ്കിൽ ഓനോടാ സംസാരിക്കണ്ടേ. ഞങ്ങൾക്ക് ഓരോരുത്തരോട് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ വിളിച്ചുകൂട്ടി പറയണത്, ഇങ്ങനെ മൈക്ക് കെട്ടി പറയണത്. എന്താ അല്ലാഹു പറഞ്ഞറിയോ? മൂന്നാമത്തെ അപകടം വഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആര് ശിർക്ക് ചെയ്തുവോ അവന് സ്വർഗം ഹറാമാകുന്നു, അവന് സ്വർഗം ഹറാമാകുന്നു, അവൻ സ്വർഗം നിഷിദ്ധമാകുന്നു. ഇത് ഞങ്ങൾ പറയണ്ടേ? സ്വർഗം ഹറാമായ ഒരു പാപം മുസ്ലിങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങളത് പറയണ്ടേ? എനിക്കുറപ്പാണ്, ഞങ്ങൾക്കൊക്കെ ഉറപ്പാ. ഇത് ആദ്യമായി കേൾക്കുന്ന ഇതിന്റെ പരിസരത്തുള്ള മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും അവർ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരോ ബദരീങ്ങളോ ശിയമ്മടവൂരോ ആരുമാവട്ടെ, നബിനോടോ നബിമാരോടോ മലക്കുകളോടൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരോ അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ ചെയ്യുന്നവരോ ആണെങ്കിൽ ഇത് ഇതുവരെ കേട്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഇന്നവരുറങ്ങൂല. സത്യമായും അവരുടെ മനസ്സിൽ ഈമാന്റെ കണികണ്ടെങ്കിൽ ഉറങ്ങൂല. എന്താ കാരണം എന്നറിയോ? അല്ലാഹ് ഈ പറഞ്ഞ ആയത്ത് ഈ സാധുക്കളെ കേൾപ്പിച്ചിട്ടില്ല. ഒറ്റ കാര്യം നമ്മൾ ആലോചിച്ചാൽ മതി. നമ്മളെ പടച്ചതാരാ? അല്ലാഹ്. ആരെ വളർത്തുന്നത്? അല്ലാഹ്. ഈ പ്രപഞ്ചം ഉണ്ടാക്കിയതാരാ? അല്ലാഹ്. ആരാണ് നമ്മളെ മരിപ്പിക്കുന്നത്? അല്ലാഹു. ആരാണ് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്? അല്ലാഹു. ആരാണ് നമ്മളെ വിചാരണ ചെയ്യുന്നവൻ? അല്ലാഹു. ആരുടെ കയ്യിലാ സ്വർഗം നരകം? അല്ലാഹുവിന്റെ കയ്യില്. എന്നുമുള്ളവനാരാ? അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. അല്ലാഹു എന്നുള്ളവനാ, അവൻ എന്നും ഉണ്ടാവും. അള്ളാന്റെ റസൂൽ അടക്കം മരണപ്പെട്ടു പോയി. എല്ലാ നബിമാരും മരണപ്പെട്ടു പോയി. ഈസാ നബി അലൈഹി സ്വലാം ഖിയാമത്ത് മുമ്പ് വരും, മരണപ്പെട്ടു പോകും. ആരും ഇവിടെ ബാക്കി ഉണ്ടാവില്ല. കുല്ലമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ലിൽ ജലാലി വൽ ഇക്റാം. എല്ലാരും മരിക്കും, അല്ലാഹ് ഉണ്ടാകും എന്നും. ആ അല്ലാഹയെ വിചാരണ ചെയ്യണം. ആ അള്ളാന്റെ കയ്യിലാ സ്വർഗം നരകം, റസൂലുള്ളാഹിന്റെ കയ്യിലല്ല. ഈ റസൂലുള്ളാഹിന്റെ ഉദാഹരണം പറയാൻ കാരണം അറിയോ? അതിന്റെ മേലൊരു മനുഷ്യൻ ദുനിയാവിലില്ല. ആ റസൂലുള്ളാഹിന്റെ താഴെ ബാക്കിയുള്ളവരൊക്കെ ആ റസൂലുള്ളാഹിന്റെ അവസ്ഥയെ നമ്മൾ നേരത്തെ പറഞ്ഞത്. നബിനോട് സഹാബത്ത് ചോദിച്ചു, ഒരു 2-3 മിനിറ്റോട് ഞാൻ നിർത്തും. റസൂലുള്ളാഹിനോട് സഹാബത്ത് ചോദിച്ചു, നബി നിങ്ങൾ സ്വർഗത്ത് പോകൂലേ? കേട്ടോളി, നിങ്ങൾ റസൂലുള്ളാഹിനോടാ ചോദിക്കണം, നിങ്ങൾ സ്വർഗത്ത് പോകൂലേ? ഒരു പാപം ചെയ്യാത്ത അള്ളാന്റെ റസൂലിനോട് നിങ്ങൾ സ്വർഗത്ത് പോകൂലേ? അപ്പൊ നബി എന്താ പറയണ്ടേ? ഞാൻ പോയിട്ടില്ലേ, പിന്നെ ആരടാ പോകല് എന്നല്ലേ ചോദിക്കണ്ട്. റസൂലുള്ള അതല്ല പറഞ്ഞേ. റസൂലുള്ള പറഞ്ഞെന്താ അറിയോ? നിങ്ങൾ സ്വർഗത്ത് പോലെ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം അള്ളാഹു ഉദ്ദേശിച്ചാലേ ഇരിക്കും സ്വർഗത്ത് പോകാൻ പറ്റുള്ളൂ. റസൂലുള്ള പറഞ്ഞെന്താ അറിയോ? ഇല്ലാ യതഗമ്മദനി റഹ്മാൻ, പരമകാരുണികൻ അവന്റെ കരുണ കൊണ്ട് പൊതിഞ്ഞാലല്ലാതെ എനിക്കും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. കാരണം മാലിക് യൗമിദ്ദീൻ അള്ളയാണ്. ആ അള്ളാഹുവിന്റെ അവനെ മാത്രം, അവനോട് മാത്രം എന്നുമുള്ളവൻ അവനാ. ബാക്കിയുള്ളവര് രോഗികളാവും, വഫാത്താവും. ഒരു സംഗതി കൂടി നിങ്ങൾ അറിയിച്ചോ? അള്ളാന്റെ റസൂല് വഫാത്തായത് എങ്ങനെയെന്നറിയോ? അള്ളാന്റെ റസൂല് വഫാത്തായത് എങ്ങനെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി. വഫാത്തായത് എങ്ങനെ? 63-ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷം തട്ടിയിട്ട് ഖൈബറിൽ വെച്ച് പെണ്ണെ വിഷം കൊടുത്തു, മാംസത്തിൽ പൊതിഞ്ഞ് അത് ചവച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം വഹി കൊടുത്തു, തുപ്പിക്കളഞ്ഞു. അപ്പോഴേക്കും ശരീരത്തിലേക്ക് ഇറങ്ങി. ആയിഷ ബീവിയുടെ, നമ്മുടെ ഉമ്മാന്റെ മടിയിൽ കിടക്കുന്ന സമയത്ത്
ശ്വാസം തിങ്ങി മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന സമയത്ത് റസൂലുള്ള പറയാ, അസ്വാബനി മാ അസ്വാബനി മിൻ ഖൈബറ, ഖൈബറിൽ വെച്ച് ആ പെണ്ണ് തന്ന വിഷം എന്റെ യഖ്തഉ അബ്ഹരി, എന്റെ ഹൃദയത്തിന്റെ ഞരമ്പുകളെ മുറിച്ചുകൊണ്ടിരിക്കുന്നു. ആ കാരണത്താലാണ് റസൂലുള്ള വഫാത്തായതെന്ന് റസൂലുള്ളാഹി പറയണത്. റസൂലുള്ളാഹിക്ക് വിഷം തട്ടി ആ വിഷം കാരണമാണ് ഞാൻ മരണപ്പെട്ടു പോകുന്നത് എന്ന് പറഞ്ഞത് റസൂലുള്ളാഹിന്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അപ്പൊ നമ്മുടെ പുണ്യകർമ്മങ്ങൾ നിസ്കരിച്ചതിന്റെ കൂലി വേണ്ടേ? മുസ്ലിം ഉമ്മത്ത് ചെയ്തുവിടുന്ന നന്മക്ക് കയ്യും കണക്കുണ്ടോ? സദഖക്ക് കയ്യും കണക്കുണ്ടോ? എന്തെല്ലാം നന്മകൾ! ആ നന്മകളാണ് വിഫലമാണത്, നിഷ്ഫലമാകണത്. ഒറ്റ കാര്യം, ഒരു മിനിറ്റ് അവസാനിപ്പിക്കുന്നു. സഹോദരങ്ങളെ, നമ്മളെ പടച്ച അള്ളാഹുവിനാണ് വിചാരണ. ആ അള്ളാഹുവാന്റെ കയ്യിലാ നരകവും സ്വർഗവും. അവൻ എന്നുള്ളവനാ. ലാ തൗഖുദുഹു സിനത്തും വല, ഉറക്കും മയക്കൂല്ല. അറിയാത്ത കേസില്ല, അറിയാത്തതൊന്നുമില്ല. ബാക്കിയുള്ളവരൊക്കെ മരണപ്പെട്ടു പോയവരാ, മരണപ്പെട്ടു പോകുന്നവരാ, ബലഹീനതകളുള്ളവരാ, ഉറങ്ങണവരാണ്, ഉണരണവരാണ്, കരയുന്നവരാ. അള്ളാഹു എന്നുമുള്ളവനാ. അതുകൊണ്ടാണ് ആ അള്ളാഹുവിനെ ആരാധിക്കണം. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല എന്ന് ജനിച്ച കുട്ടിന്റെ ചെവിയിലും മരിക്കാൻ പോകുമ്പോ ഓന്റെ ചെവിയിലും പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ടാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാതെ ആരാധ്യനില്ല. അവസാനിക്കുകയാണ്. സഹോദരന്മാരെ, ഒരുപാട് കാര്യം ഇതിന്റെ ബാക്കി പറയാൻ. അടിസ്ഥാനപരമായ കാര്യം ഇതാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ്. ആ അടിസ്ഥാനം തെറ്റിയാൽ ഈ പറഞ്ഞ 3 കാര്യം സംഭവിക്കും. സ്വർഗം ഹറാമാകും, നരകം നിത്യമാകും, പുണ്യകർമ്മങ്ങൾ നിഷ്ഫലമാകും, അള്ളാഹു പൊറുക്കാത്ത പാപം ചെയ്തു പോയി എന്ന് വരും. റഹ്മാനായ റബ്ബ് സത്യവിശ്വാസികളായി ജീവിച്ചു മരിക്കുന്ന ആളുകളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. സഹോദരന്മാരെ, നമ്മുടെ പ്രവർത്തകരായ, നമ്മുടെ ബന്ധുക്കളിൽപ്പെട്ട, കുടുംബങ്ങളിൽപ്പെട്ട 2 ആളുകളുടെ മരണം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. കുനി മുഹമ്മദ് സാഹിബ്, അതുപോലെ മാവിലാമനത്തിൽ ഫായിസ് സാഹിബ്, ഇവരുടെ മരണം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. അള്ളാഹു അവർക്ക് പരലോകത്ത് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് അവർക്ക് പുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും അള്ളാഹു തആല പാപമോചനം നൽകുകയും അവരെയും നമ്മളെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ. അതുപോലെ പരേതനായ കെ മുഹമ്മദ് സാഹിബിന്റെ ഭാര്യ അല്പം അസുഖമായി കിടക്കുന്നു എന്നുള്ള വിവരം പറഞ്ഞിട്ടുണ്ട്. അവരുടെ രോഗം അള്ളാഹു ശിഫയാക്കുമാറാവട്ടെ. എല്ലാ തരത്തിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവരിൽ നിന്ന് അള്ളാഹു നീക്കം ചെയ്യുമാറാവട്ടെ. നമ്മളെ ഓരോരുത്തരെയും അള്ളാഹു അവന്റെ സ്വർഗലോകത്തിൽ ഒരുമിച്ച് കൂട്ടുകയും കഠിനമായ നരകശിക്ഷയിൽ നിന്നും കാത്തു രക്ഷിക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾക്ക് അള്ളാഹു തആല ദീനീ ബോധവും ഇസ്ലാമിക ബോധവും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏത് സമയത്ത് എവിടെ വെച്ച് മരണം പിടികൂടിയാലും മുസ്ലിങ്ങളായി മരണപ്പെട്ടു പോകുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹിൽ അമീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ.